നമ്മളെ ഒരു പ്രവൃത്തിയും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം 6:1 വായിക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടും ശാലിനി സിസ്റ്റർ പാടിയാൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ശാലിനി സിസ്റ്റർ പ്രസംഗിച്ചാൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ശാലിനി സിസ്റ്റർ നൃത്തം ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഞാൻ ഉപവസിച്ചാൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ, നെഗറ്റീവായിട്ട് എടുത്ത് കളയില്ല, പ്രസാദിപ്പിക്കാൻ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഈ വചനം ഞാൻ പറഞ്ഞു വരുമ്പോഴേ മനസ്സിലാവൂ, ഇത് എൻ്റെ പ്രമാണം പ്രസംഗിക്കല്ല, ഇത് ഉള്ളത് ഞാൻ പറയുകയാണ്. ഇത് പറഞ്ഞ് തീരുമ്പോഴേ മനസ്സിലാവൂ ഇതെന്താണെന്ന്. സ്വത്രം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു 2 മണിക്കൂർ പ്രസംഗിച്ചാലും ദൈവം പ്രസാദിക്കുമോ? എന്നാൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ എങ്ങനെ ഉള്ളതായിരിക്കണം? വായിച്ചേ എബ്രായർ 6:1. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. കണ്ടോ, ജീവനില്ലാത്ത പ്രസംഗമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധിയാത്മാവിനല്ല പ്രസംഗിച്ചതെങ്കിൽ ദൈവം മാർക്കിടൂല. അവിടെ ചെല്ലുമ്പോൾ 1 കോടി പ്രസംഗം ഞാൻ പ്രസംഗിച്ചാലും അതിനകത്ത് ആത്മാവിൻ്റെ ഒറ്റ പ്രസംഗമുള്ളെങ്കിൽ അതിനേ ഉള്ളവിടെ. കാരണം എൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നം, ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റൂല. ഞാൻ മരിച്ച് ദൈവം എന്നിൽ നിറഞ്ഞ് നിങ്ങൾക്ക് രണ്ടും മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക്, എൻ്റെ പ്രമാണമല്ല ഞാൻ പറയുന്നത്, വചനത്തിലെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് അനുസരിച്ച് പാടി പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റൂല. പിന്നെയോ ഞാൻ എന്നെ തന്നെ മരിപ്പിച്ച് കർത്താവിനെ നിറയാൻ വിട്ടുകൊടുത്ത് എന്നെ മുഴുവനും ചാകാൻ ഏൽപ്പിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു എന്നിൽ മുഴുവനും വാഴുമ്പോൾ, പാട്ടാത്മാവിൽ, പ്രാർത്ഥനാത്മാവിൽ, പ്രസംഗമാത്മാവിൽ, പ്രവചനാത്മാവിൽ, കാണുന്ന വെളിപ്പാട് ആത്മാവിൽ, ഒരാളിന് എന്തെങ്കിലും ദാനം ചെയ്ത ആത്മാവിൽ. കണ്ടോ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി ഞാൻ എന്ത് ചെയ്താൽ എങ്ങനെയാ? കാരണം ഞാൻ എന്തില്ല, ചത്തു. ഞാൻ കൊടുക്കുന്നതിനൊന്നും പ്രയോജനമില്ല. കാരണം എന്താ? ഞാൻ കൊടുക്കുന്ന പ്രയോജനത്തെ കാരണം എന്താ? ഞാൻ ആദമിൻ്റെ ഞാൻ കൊടുക്കുന്ന ഒന്നിനും പ്രയോജനമില്ല. പക്ഷേ ആദമിൻ്റെ ഞാൻ മരിക്കുമ്പോൾ ഒടുക്കത്തെ ആദമാകുന്ന ക്രിസ്തു നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വചനം? ഞാൻ ആദമ്യ പാപമുള്ള സ്വഭാവമുള്ള ഞാൻ മരിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ ഒടുക്കത്തെ ആദാമാകുന്ന യേശു എന്നിൽ നിയന്ത്രണം ഏറ്റെടുക്കും. നിയന്ത്രണം ഏറ്റെടുത്ത് എൻ്റെ എല്ലാ പ്രവർത്തികളെയും, എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാത്മാവിൻ്റെ പ്രവൃത്തിക്ക് മാത്രമേ വിലയുള്ളൂ. ഈ പരിശുദ്ധിയാത്മാവിൻ്റെ പ്രവൃത്തി എനിക്കോ നിങ്ങൾക്കോ ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലാകണം, ഇത് മനസ്സിലാക്കിയാലേ പറ്റൂ. ഒരാളായിരുന്നാലും 5 ആളായിരുന്നാലും ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവൂല. സ്തോത്രം. ഞാൻ എന്തൊക്കെ ചെയ്താലും 500 വർഷം എനിക്ക് യേശുവിൻ്റെ വരവ് താമസം എന്ന് വെച്ചാൽ 500 വർഷം സിസ്റ്റർ എന്നെ തന്നെ ഞാൻ പറയാം ഓടിയെന്ന് വെച്ചോ. പക്ഷേ ഞാനാണ് ഓടിയതെങ്കിൽ അവിടെ ഒന്നുമില്ല. പക്ഷെ യേശുവാണ് ഓടിയതെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവാണോ ഓടിയതെന്ന് എങ്ങനെ അറിയാം? അത് പരിശുദ്ധാത്മാവിലായിരിക്കും. എൻ്റെ നിയന്ത്രണത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിലൊന്നും നടക്കൂല. എൻ്റെ ബുദ്ധിയെല്ലാം മരിച്ചു, എൻ്റെ അറിവും ജ്ഞാനം എല്ലാം മരിച്ചു, എൻ്റെ കഴിവുകൾ മരിച്ചു. അക്ഷരം കൊല്ലും ആത്മാവ്. എൻ്റെ പഠിത്തം, ഒരു സ്വത്രം പഠിപ്പിൽ നിന്ന് പ്രസംഗിച്ച പള്ളിക്കകത്തൊന്നും നടക്കൂല. പഠിപ്പിൽ നിന്ന് ശുശ്രൂഷിച്ചാൽ, ഒരാൾ ശുശ്രൂഷിക്കുന്നത് കണ്ട് അതുപോലെ നോക്കി നടക്കൂല. പക്ഷെ ഞാൻ ചത്തിട്ട് അവിടെ നിന്നാൽ ആ ജനത്തിന് കൊടുക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു കൊടുക്കും. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പേർക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അപ്പച്ചൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ ത്യജിക്കുമ്പോൾ, എന്നെ തന്നെ ഇട്ടുകൊടുക്കുമ്പോൾ, എന്നെ തന്നെ വിടുമ്പോൾ, അവിടെ യേശു എന്നിൽ നിറയും. ജീവനില്ലാത്ത ഒന്നിനും ദൈവം ശരിയിടൂല. ജീവൻ, കർത്താവിൻ്റെ ജീവൻ. ഇവിടെ ഞാൻ എങ്ങനെ ഓടിയാലും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഞാൻ ഒരു വചനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ, ഒരുപാട് ഓടിയ ഒരു മനുഷ്യൻ 7-ാം അധ്യായത്തിനകത്തേക്ക് വന്നു. ജീവിതത്തിനകത്ത് ഒരുപാട് ഓടി,
പ്രസംഗിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ 7-ാം അധ്യായത്തിനകത്ത് അങ്ങോട്ട് വരുമ്പോൾ ഉണ്ട് അയാൾക്ക് മനസ്സിലായി, ഞാൻ ഓടുന്നതൊന്നും അക്കരെ എത്തൂല, ഞാൻ ഓടുന്നതൊന്നും അക്കരെ എത്തൂല. പിന്നെ യേശുവിൻ്റെ ആത്മാവ് ഓടുന്നത് മാത്രമേ അക്കരെ എത്തൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓടുന്നതൊന്നും എവിടെ എത്തൂല, അക്കരെ എത്തൂല. ആത്മാവ് ഓടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തും. യെഹെസ്കേലിനെ ആത്മാവിൽ പുറപ്പെടുവിച്ചു, അവിടെ അത്ഭുതം കണ്ടു. ദാനിയേലിനെ ആത്മാവിൽ കൊണ്ടുപോയി, അത്ഭുതം നടന്നു. ഫിലിപ്പോസിനെ ആത്മാവ് തൂക്കിക്കൊണ്ടുപോയി, അത്ഭുതം ഷണ്ടൻ്റെ അടുക്കൽ നടന്നു. ഇതൊക്കെ നടക്കാൻ കാരണം എന്താ? ആത്മാവ് കൊണ്ടുപോയത് കൊണ്ടാണ് നടന്നേ. അവർ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ല, അവരെല്ലാം കൊണ്ടുപോയതാരായിരുന്നു? ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 10-ൽ പത്രോസിനെ ആത്മാവാണ് അവിടെ സംസാരിച്ച് തുപ്പട്ടി ഇറക്കി കാണിച്ചു കൊടുത്തിട്ട് പത്രോസിനെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് ആത്മാവായതുകൊണ്ടാണ് അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്താലും വിലയില്ല, പക്ഷെ എന്നിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്താലും വിലയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എത്ര പഠിച്ചിട്ട് ഒന്ന് പ്രസംഗിച്ചാലും ഒരു വിലയില്ല. പക്ഷെ അതേ വചനം ചിലപ്പോൾ വന്നില്ലെങ്കിൽ പോലും 2 വരിയാണ് വന്നാൽ, ആത്മാവാണ് പറഞ്ഞാൽ. ഇനി ഒരു തെളിവ് കൂടെ ഞാൻ വചനത്തിൽ നിന്ന് പറഞ്ഞുതരാം. യോന എത്ര മണിക്കൂർ പ്രസംഗിച്ചു? അവിടെ സ്വത്രം 1,00,000 ചില്ലുവാനം പേർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇത്രയും ജനത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ എത്ര മണിക്കൂർ യോന പ്രസംഗിച്ചു? എത്ര മണിക്കൂർ പ്രസംഗിച്ചു? എന്തുകൊണ്ടാണ് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും പ്രസംഗിക്കാതെ അരമിനിറ്റ് മാത്രം, ഒരുപക്ഷെ അരമിനിറ്റ് ഒറ്റ വരി പ്രസംഗിച്ചപ്പോൾ അവിടെ ഇത്രയും ജനത്തിന് വിടുതൽ വരാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവാണ് അയാൾ അയച്ചതും, അയാളല്ല അവിടെ പറഞ്ഞതും ആരാ? അതുകൊണ്ടാണ് അവിടെ അത്രയും പേരും എന്ത് ചെയ്തത്? ഇനി മർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേരെ ശക്തി പ്രാപിച്ചു. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നത്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ഇരുന്നത്. അവിടെ അവർ വിട്ടുകൊടുത്തു, ദൈവം എന്ത് ചെയ്തു? ദൈവഹിതപ്രകാരം എന്ത് ചെയ്തു? നിറഞ്ഞു. അപ്പോസ്തലൻ ഒരുപാട് കാര്യം ചെയ്തു. എന്നാൽ 7-ാം അധ്യായം അവസാനം 5 വാക്യം വായിച്ചേ. അയാൾക്ക് മനസ്സിലായി. റോമർക്കെഴുതിയ ലേഖനം വായിച്ചേ, 7-ാം അധ്യായം അവസാനം 5 വാക്യം വായിച്ചേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. എല്ലാം ചെയ്തിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജഡത്തിൽ എന്ത് വസിക്കുന്നില്ല? നന്മ വസിക്കുന്നില്ല. 15 വായിച്ചേ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഈ ജഡത്തിലൂടെ വിടുന്ന പ്രസംഗവും പാട്ടും ഒന്നും ദൈവം പ്രസാദിക്കൂല. നന്മയില്ല അവിടെ. കണ്ടോ? അടുത്ത് നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. താല്പര്യമുണ്ട്, എനിക്ക് അകത്ത് ആഗ്രഹമുണ്ട്, എനിക്ക് നന്മ ചെയ്യണം, ക്രിസ്തുവിന്റെ നന്മ ചെയ്യണം. പക്ഷേ പ്രവർത്തിക്കുന്നതോ ഇല്ല. അടുത്ത് ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ചെയ്യാനും പറ്റൂല. അടുത്ത് ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. അടുത്ത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അടുത്ത വരി. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അടുത്ത് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ഇത്രയും പ്രസംഗിച്ച് ശുശ്രൂഷിച്ച് പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്ത ഒരു അപ്പോസ്തലൻ കണ്ണുനീരോടെ പറയുകയാണ്, ഞാൻ എത്ര ഓടിയാലും അക്കരെ എത്തൂല, എൻ്റെ ദൈവം എന്നിൽ ഓടാത്തതൊന്നും അവിടെ എത്തൂല. ഇവിടെയാണ് അപ്പോസ്തലൻ തകർന്നതും വീണതും. ഇവിടെയാണ് ഗലാത്യർ 2:20 വരുന്നത്. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി തന്നെത്താൻ അൽപ്പിച്ചു കൊടുത്ത
കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലത്രേ ഞാൻ ജീവിക്കുന്നത്. ആ ജീവിതത്തിനകത്തൂടെ കർത്താവിൻ്റെ ജീവനിലൂടെ വരുന്ന പാട്ടും ഞാനല്ല, എന്നിലകത്തിരുന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിന് എല്ലാത്തിനും സ്വർഗത്തിൽ വിലയുണ്ട്. ഞാൻ എൻ്റെ ജഡത്തിൽ എത്ര പഠിച്ച് ചെയ്താലും എത്ര പ്രാക്ടീസ് ചെയ്താലും എന്ന് പറഞ്ഞിട്ട് പാടുന്നതല്ല, എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം പ്രസാദിക്കണം എങ്കിൽ ആത്മാവിൻ്റെ നിയന്ത്രണം എൻ്റെ മേൽ വരണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം മരിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിറയും. ഇല്ലെങ്കിൽ ഞാൻ പാപം ചെയ്ത് ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ അവസാനം എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കർത്തൃമേശയും കൂടെ സ്വീകരിച്ചിട്ട് കർത്തൃമേശ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, കർത്തൃമേശ ഭയങ്കര വിടുതലാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞല്ലോ. കർത്തൃമേശ ഭയങ്കര വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ്. പക്ഷെ ചിലർ അതെടുക്കേണ്ട രീതിയിൽ എടുത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നറിയാമോ? ശിക്ഷാവിധിക്ക് അടുത്ത തവണ എടുക്കാൻ പോലും ചിലപ്പം ദൈവം വിട്ടെന്ന് വരില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ വീണ്ടും ചെയ്യും, വീണ്ടും പറയും, വീണ്ടും ചെയ്യും, വീണ്ടും പറയും, വീണ്ടും ചെയ്യും, വീണ്ടും പറയും, വീണ്ടും ചെയ്യും, വീണ്ടും പറയും. അവസാനം ആ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും. പക്ഷെ മറുവശത്താണെങ്കിൽ ആ കർത്തൃമേശ എൻ്റെ വിടുതലാണ്, എൻ്റെ ജയമാണ്, എൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ അത്ഭുതമാണ്, എൻ്റെ അതിശയമാണ്, എൻ്റെ അപ്പച്ചനയ്ക്ക് വേണ്ടി മരിച്ചതാണ്. പക്ഷെ അത് എടുക്കേണ്ട മണ്ണ് എടുത്താൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമാണ്. പക്ഷേ വിപരീതമായിട്ടാണ് എടുത്താൽ, തനിക്ക് തന്നെ ശോധന ചെയ്താൽ, കർത്താവ് കർത്തൃമേശ എന്തിനെന്നറിയാ വിട്ടത്? അവരവർക്ക് അങ്ങ് വിട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, എനിക്കിത് മുമ്പ് അറിഞ്ഞുകൂടാ. ഞാനൊരു ദിവസം നമ്മളിവിടെ സൺഡേ സ്കൂളിനല്ല, യൂത്ത് മീറ്റിങ്ങിന് ക്വസ്റ്റ്യൻ എല്ലാവരോടും ഇത്ര അധ്യായം പഠിച്ചിട്ട് വരാൻ പറയും. പഠിച്ചിട്ട് വരും, ക്വസ്റ്റ്യൻ പറയും. ഓരോ ഇവിടെ യൂത്തിൻ്റെ സെക്രട്ടറി ക്വസ്റ്റ്യൻ പറയും. എല്ലാവരും ആൻസർ എഴുതും. ആൻസർ പേപ്പർ എഴുതുന്നതും അവർ തന്നെ. ആൻസർ ഇവിടെ എന്ന് പറയുമ്പോൾ തിരുത്തുന്നതും അവരവർ തന്നെ തിരുത്തുന്നതും. എത്ര മാർക്കുണ്ട്? 10 കിട്ടിയവർ കൈവക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ 8 കിട്ടിയൊരു കള്ളം പറഞ്ഞ് കൈവക്കിയാലും തനിക്ക് താൻ ശിക്ഷാവിധി. നിങ്ങളാരും അതിനകത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞത്. ഞാൻ അപ്പോൾ ഫ്രണ്ട് ഇരുന്ന് ചിന്തിച്ചു, കർത്താവേ, ഇത് കള്ളത്തനം വല്ലതും വന്നായി തനിക്ക് തന്നെ. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ച കാര്യമാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ദൈവമേ, ഇത് പെട്ടെന്ന് എനിക്ക് 7 കിട്ടിയത് എത്രയായിരിക്കും? 2 ആയിരിക്കും. കിട്ടിയ 0 ആണെങ്കിൽ എങ്ങനെ പറയും 0 എന്ന്? അതുകൊണ്ടൊരു 3 എന്തെങ്കിലും ദൈവം വിട്ടുകൊടുത്തു. തനിക്ക് തന്നെ, നീ തന്നെ കൂട്ടും. ഇതുപോലെയാണ് കർത്തൃമേശ. നീ തന്നെ നിന്റെ ശിക്ഷ നോക്കിക്കോ. ആ വാക്യം വായിച്ചിട്ട് പോകാം. ടക്കനെ അത് വന്നതുകൊണ്ട് ആ വരി വായിച്ചിട്ട് പോകും. കൊരിന്ത്യർക്ക് ലേഖനം 28 വായിച്ച് ഒന്നുകൂടെ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അടുത്ത് തന്നെ എനിക്കങ്ങ് വിട്ടു. ദൈവത്തിനറിയാം, എനിക്കറിയാമല്ലോ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന്. എന്നിട്ട് എന്നെ തന്നെ അങ്ങ് വിട്ടു. ആര് വിട്ടു? ഇത് അവരങ്ങ് ചെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ, എൻ്റെ ദൈവം എന്നെ വിട്ടു. നിന്നോട് ആരും ശാലിനി നിന്റെ തലയിൽ കൈവച്ച് പറഞ്ഞാലും, നിന്നെ ഒതുക്കി തള്ളിയിട്ടിട്ട് പറഞ്ഞാലും, നിന്നെ അടിച്ചിട്ട് നീ ഇന്ന പാവം ചെയ്യുന്നു പറഞ്ഞാൽ നീ ഏക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ നിന്നെ തന്നെ നീ ശോധന ചെയ്യും. നീ ഏക്കുന്ന ആളല്ല. ഉണ്ടോ? നമ്മളോട് പറയുകയാണ്. നമ്മളൊരു ഒരാൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ പള്ളി വിട്ടു പോവും. ഇവിടെ ശരിയാവൂല എന്ന് പറഞ്ഞ് പോവും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ തന്നെ ആ ഡ്യൂട്ടി അങ്ങ് ഏൽപ്പിച്ച്, നീ തന്നെ നിന്നെ നോക്ക്. തിന്നുന്നത് നീ, കുടിക്കുന്നത് നീ, അനുഗ്രഹിക്കപ്പെടുന്നത് നീ, ശാപം പിടിച്ചു വരുന്നതും നീ. വേറെ ആരെയും പറഞ്ഞിട്ടൊന്നും
വായിച്ചേ. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അടുത്ത വരി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ. ചെയ്യുന്നവൻ പാസ്റ്ററിനെ അല്ല പറഞ്ഞ, അവിടെ ബ്രദറിനെ അല്ല പറഞ്ഞ, അടുത്തിരുന്ന വിശ്വാസിയെയും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വചനമൊക്കെ എത്ര കറക്റ്റ് ക്ലിപ്തായിട്ട് ദൈവം എഴുതിയിരിക്കുന്നത്. തിന്നുകയും വായിച്ചൊന്നുകൂടാ വരി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ആരെ ശരീരത്തെ? നമ്മൾ വിവേചിക്കുന്ന ആരെന്നറിയാമോ? എൻ്റെ ചേട്ടൻ ഇന്ന് ഇങ്ങനെയാണ് വന്നത്, എൻ്റെ ഭാര്യ ഇന്ന് ഇങ്ങനെയാണ് വന്നത്, എൻ്റെ മക്കൾ ഇന്ന് ഇങ്ങനെയാണ്. നമ്മളെ വിവേചിക്കാൻ നമ്മൾ വിട്ടുപോയി. നമ്മൾ അപ്പവും കുടിച്ചു, പാനപാത്രവും എല്ലാം കഴിച്ചു. പക്ഷെ നമ്മൾ അളന്നതെല്ലാം തൊട്ടപ്പുറത്തിരുന്നവർ. പക്ഷെ നമ്മൾ അളക്കാൻ നമ്മൾ വിട്ടുപോയി. പക്ഷെ ദൈവം അയൽവക്കത്തിരിക്കുന്ന ആളിനെ അളക്കാനല്ല വിട്ടത്, എന്നെ അളക്കാൻ. നിന്നെ ഒന്ന് അളന്നിട്ട് നീ എടുത്താൽ മതി, നിനക്ക് ഞാൻ തരുന്നു. നീ അനുഗ്രഹം വേണോ? നീ എല്ലാം ഏറ്റു പറഞ്ഞ് നിരപ്പോടെ വാ. എന്നാൽ ഇത് നിനക്ക് ഒരു അനുഗ്രഹം. വായിച്ചേ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തനിക്ക് തന്നെ ശിക്ഷാവിധി എന്ത് ചെയ്യുന്നു? തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം അങ്ങോട്ട് വായിക്കണ്ട. പല സംഭവങ്ങളും ഇതിലുള്ളതും മറ്റു പലതുമൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഉണ്ട്. എങ്ങോട്ടെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോഴാണ് തിന്നത് എന്തായിരുന്നു? തനിക്ക് തന്നെയുള്ള ശിക്ഷാവിധി തിന്നിട്ടാണ് പോയി വീണത്. കണ്ടോ? കാരണം വിവേചിച്ചില്ല. ഇതിനൊരു കുട്ടിക്കളിയായി. അതേസമയം രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചാലോ, ഈ കർത്തൃമേശ ഒരു വിടുതലാണ്, ഒരു ജയമാണ്. യേശുവിൻ്റെ കൃപയാണ്. കൃപ എൻ്റെ മേൽ ഇറങ്ങും, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. നമ്മൾ കൂടും. അവിടെ ഒന്നും കർത്തൃമേശ പാടില്ല. പിന്നെയോ കർത്താവിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഹല്ലേലൂയ. തെറ്റിപ്പോകല. ബാക്കി ഒന്ന് വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് അടുത്ത് 1 കൊരിന്ത്യർ 10:14 മുതൽ ഒന്ന് വായിച്ചേ. 10:14 മുതൽ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. വിട്ടോട്. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇതാണ് കർത്തൃമേശയിൽ നടക്കുന്നത്. രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? എന്തിന്റെ കൂട്ടായ്മ? ദ്രവത്വം സംഭവിക്കാത്ത ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാകുന്ന യേശുവിന്റെ രക്തത്തിന്റെ എന്തോന്ന്? കൂട്ടായ്മ. കൂട്ടായ്മ ഉണ്ടോ? രക്തത്തിന്റെ കൂട്ടായ്മയാണ് കർത്തൃമേശ. ഒന്നുകൂടെ വായിച്ചേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ശരീരത്തിന്റെ കൂട്ടായ്മ, മറ്റതോ വീഞ്ഞോ രക്തത്തിന്റെ കൂട്ടായ്മ. അടുത്തവരി. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികളാകുന്നുവല്ലോ. കണ്ടോ? ഒരേ അംശത്തിൽ ഒരേ അപ്പത്തിന്റെ അംശികളാണ്. അടുത്ത വരി. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ? വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ? അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. കണ്ടോ? നമ്മൾ ഇതെല്ലാം എടുത്ത നമ്മൾ ഇനി അവരുടെ കൂട്ടാളി അല്ല. അടുത്ത വരി. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. ഞാൻ യേശുവിന്റെ പൈതലാണെങ്കിൽ, ഞാൻ അപ്പം നുറുക്കുകൾ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ, എൻ്റെ കൂട്ടായ്മയും എൻ്റെ ബന്ധവും എൻ്റെ ആരാധന ജീവിതവും എൻ്റെ സ്വഭാവവും എൻ്റെ യേശുവിൻ്റെ ഹിതപ്രകാരം ആത്മാവിൽ നിറഞ്ഞു പോകണം. അടുത്തവർ വായിച്ചേ. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? മതി. കണ്ടോ?
നമ്മൾ കർത്താവിനേക്കാൾ ബലവാന്മാരൊന്നും അല്ല. അതുകൊണ്ട് എപ്പോഴും ആ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനാകയാൽ നമ്മളും ആരാകണം? വിശുദ്ധരാകണം. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? വിശുദ്ധൻ ആകയാൽ കർത്താവിൻ്റെ സ്വപ്നം, ശാലിനി നീ ആരാകണം? വിശുദ്ധനാകണം. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ് വിഷയം? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും 1-2 കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് വിശുദ്ധി? ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി. ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി. പരിശുദ്ധൻ ആര് മാത്രമേ ഉള്ളൂ? പരിശുദ്ധൻ ആര് മാത്രം? യേശു മാത്രം പരിശുദ്ധൻ. പാട്ടുകാരൻ പാടി, പരിശുദ്ധനേ യേശുനാഥാ ആരാധന ആരാധന, പരിശുദ്ധനേ യേശുനാഥാ ആരാധന ആരാധന. ഹല്ലേലൂയ. എന്താണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ? ശുദ്ധി എന്ന് പറഞ്ഞാൽ കർത്തൃമേശ സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, കർത്തൃമേശയ്ക്കുള്ള സാധനങ്ങൾ. ഇതിനെല്ലാം കഴുകി വെടിപ്പാക്കി വെക്കുന്നതാണെന്തെന്ന് ശുദ്ധി എന്ന് പറഞ്ഞാൽ. ഞാൻ ശുദ്ധി ആകുന്നത് എങ്ങനെയാണ്? രക്തത്താൽ കഴുകി എന്നെ തന്നെ. ഇത് മാത്രമേ ആർക്ക് പറ്റൂ? യേശുവിൻ്റെ രക്തത്തിലൂടെ എനിക്ക് പറ്റൂ. കഴുകി അങ്ങനെ ഇരിക്കും. പക്ഷേ അടുത്തൊരു സാധനം നിറഞ്ഞിട്ട് ആ ജീവിതം വരുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന ജീവിതം. ഇനി മനസ്സിലാക്കിയാലേ പറ്റൂ. ഇത് മനസ്സിലാക്കിയാലേ പറ്റൂ. ഞാൻ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു. ഒന്നാമത്തെ പടി. ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒന്നാമത്തെ കാര്യം, അയാൾ യേശുവിൻ്റെ അടുക്കൽ വരികയും രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ വിശുദ്ധരാണോ നോക്കിക്കൊള്ളണം. വിശുദ്ധി ഉണ്ടോ, എന്നെ അങ്ങനെ പറയാൻ കൊള്ളാമോ എന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യാം? അടുത്തിരിക്കുന്ന ആരെ നോക്കല്ലേ, ഞാൻ എന്നെ നോക്കാവൂ. നോക്കിക്കേ. അപ്പോൾ അവിടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഏതിൻ്റെ സ്റ്റാർട്ടിങ്? ഞാൻ കഴുകുന്നു. ആരെ കൊണ്ട്? യേശുവിൻ്റെ രക്തം കൊണ്ട് ആ പാത്രത്തെ മുഴുവൻ എൻ്റെ തല മുതൽ പാദം വരെയും, എൻ്റെ തലയോട്ടിലേക്ക്, എൻ്റെ തലച്ചോറിലേക്ക്, എൻ്റെ നാടികളിലേക്ക്, എൻ്റെ ഞരമ്പുകളിലേക്ക്, എൻ്റെ അസ്ഥികളിലേക്ക്, എൻ്റെ കണ്ണുകൾ, എൻ്റെ കാത്, എൻ്റെ വായ്, എൻ്റെ എല്ലാം കഴുകി ഞാൻ സ്വർഗസ്ഥനായ പ്രാർത്ഥനയ്ക്ക് പറയുന്നത് പോലെ അവസാന വരിയിൽ ഒരു വരിയുണ്ട്. ആ വരി എന്നെ വല്ലാതെ കൊള്ളിക്കുന്ന വരിയാ. സ്തോത്രം. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ മറ്റതുപോലെയാണ്. ഏതുപോലെ? ഈ വരി ഏതുപോലെ ഇട്ടേക്കുന്നേ? ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് ഒരു കൊളുത്താണ്. കർത്തൃമേശ തന്നെ വിവേചിച്ച് നമ്മൾ എടുക്കണം. അടുത്ത് ഇത് സ്വർഗസ്ഥന പ്രാർത്ഥനയ്ക്ക് അവസാനം പറയുന്നു, നിന്റെ പാപം ഞാൻ മോചിക്കണമെങ്കിൽ കർത്താവ് ഒരു വ്യവസ്ഥ വയ്ക്കുന്നു. നീ നിന്നോട് ആര് വിരോധം കാണിച്ചാൽ അവരോട് എന്ത് ചെയ്യണം? നിന്റെ കട ഒരാളിനോട് ക്ഷമിക്കാത്തടത്തോളം കാലം നീ എത്ര പാപം ഏറ്റു പറഞ്ഞാലും ഞാൻ നിന്റെ കട എന്ത് ചെയ്യൂല. സ്വർഗസ്ഥനായ പ്രാർത്ഥന ആ വരി വരുന്നു വായിക്കാൻ. അതുകൊണ്ട് വായിക്കുന്നു. സ്തോത്രം. സിസ്റ്റർ ഒന്നും വിചാരിച്ച് പറയുകയല്ല സ്നേഹിതരെ. പല വാക്യങ്ങളും ഞാനിങ്ങനെ വായിച്ചേ. മത്തായിയുടെ സുവിശേഷത്തിനകത്തുണ്ട്. യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. 6-ാം അധ്യായമാണ്. വായിച്ചോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. ഞങ്ങളുടെ 12-ാം വാക്യം. ഞങ്ങളുടെ കടക്കാരോട് ആരൊക്കെ എനിക്ക് വിരോധം കാണിച്ചോ അവരോട് ആര് ക്ഷമിച്ചു? ആര് ക്ഷമിച്ചു? ഞാൻ ക്ഷമിക്കാതെ പാവ ക്ഷമിക്കണം, അത് ഇങ്ങനെ പറയേ കർത്താവ് അങ്ങനെ പറഞ്ഞിരിയെന്ന് പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞു എന്നെ അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല. കാരണം വചനം ഇത് മാറൂല.
ഞാൻ ക്ഷമിക്കാതെ ദൈവം ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല. കാരണം ഞാൻ എന്ത് ചെയ്തില്ല, കർത്താവ് ഞാൻ ക്ഷമിക്കാൻ ഒരുക്കുക. എനിക്ക് ആ കുട്ടിയോട് വിരോധമില്ല, എനിക്ക് ആ സ്നേഹിതനോട് വിരോധമില്ല, എനിക്ക് ആ ആൻറ്റിയോട് എനിക്ക് വിരോധമില്ല, എനിക്ക് കർത്താവെ ആരോടും വിരോധമില്ല. അത് നമുക്കിവിടെ അറിയാൻ പറ്റും. എനിക്ക് വിരോധം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവരെ കാണുമ്പോൾ ഇതിനകത്ത് തിളച്ച് മറിയുന്നെങ്കിൽ സംഭവം അകത്തുണ്ട്. പക്ഷെ ഒരു ചുക്കും തോന്നുന്നില്ലെങ്കിൽ അർത്ഥം ഇതിനകത്തൊന്നുമില്ല. അവിടെ ആത്മാവ് നിറഞ്ഞിരിക്കുക. ഓ, അയാളോട് സ്നേഹമല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല. അയാൾ ഒരുപാട് പറഞ്ഞു, ഒരുപാട് മോശം വാക്ക് പറഞ്ഞു, അയാൾ ഒരുപാട് ശപിച്ചു, അയാൾ ഒരുപാട് കള്ളത്തനമൊക്കെ പറഞ്ഞു. പക്ഷെ അയാളെ കണ്ടപ്പോഴും ഇതിനകത്ത് എനിക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയാം, എൻ്റെ നിങ്ങളുടെ അകത്ത് ഞാനും നിങ്ങളല്ല, നമ്മൾ മരിച്ചു. അവിടെ യേശുവാണ്. കണ്ടോ, ഇവിടെ അറിയാം യേശുവാണോ ആ ഭാഗത്തുനിന്ന് ഒട്ടും അറിയാം. അത് വേറെ ആരും പറയണ്ട. അവിടെ അയാളോട് ഒന്നും എന്ത് ചെയ്യൂല, തോന്നേയില്ല. അയ്യോ ഇങ്ങനെയൊക്കെ തോന്നൂല. പക്ഷെ അയാൾ ചെയ്ത് തെറ്റായിരിക്കാം. പക്ഷെ എൻ്റെ അകത്ത് ഞാൻ എന്തോ ശ്രേഷ്ഠതയുള്ള ആളെന്ന് എനിക്ക് ഒരിക്കലും, അയാൾ എന്ന് പറഞ്ഞിട്ട് അയാൾ തെറ്റ് മാറുമെന്നാണോ? അല്ല, അയാൾ ചെയ്ത് തെറ്റും അയാൾ ദൈവം തമ്മിൽ. പക്ഷെ എൻ്റെ അകത്തുള്ള ആ വിഷം, നമുക്ക് മനസ്സിലായോ? അയാളുടെ വിഷം അയാളും ദൈവവും തമ്മിൽ. പക്ഷെ എൻ്റെ അകത്തുള്ള ആ വിഷം എനിക്ക് അയാളെ വെളുക്കുന്നതിന് ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആത്മാവ് വ്യക്തമായിട്ട് എന്നോട് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വത്താ പരിവന്നോട് വായിച്ചേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ എന്ത് ചെയ്തു? പറ. ക്ഷമിച്ചു. അടുത്താണ് പറയുന്നത്, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങളോടും ക്ഷമിക്കും. അടുത്ത വരി, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ ഒരു വാക്ക് എപ്പോഴും പ്രാർത്ഥിച്ചോളൂ. ഞാൻ പ്രാർത്ഥിക്കും ഈ വരി, കർത്താവേ അങ്ങ് പരീക്ഷിച്ച എപ്പോൾ പിന്മാറി തീർന്ന് നാശ കോട്ടയിൽ ചെന്ന് വീണെന്ന് ചോദിച്ചാൽ മതി. അപ്പാ അങ്ങ് പരീക്ഷിച്ചാൽ നിൽക്കാനുള്ള ശേഷി എനിക്കില്ല ദൈവമേ, അങ്ങ് പരീക്ഷിക്കല്ലേ അപ്പാ, എന്നെ പിടിച്ച് നിർത്തണേ. ഈ വിളി എല്ലാ ദിവസവും ഉണ്ട്. എൻ്റെ അപ്പം ഒന്ന് നിന്ന് നോക്കിയാൽ നമുക്ക് ഒറ്റ എണ്ണത്തിന് നിൽക്കാൻ പറ്റും. പിന്നെ നിൽക്കുന്നത് കൃപയാലാണ്. നമുക്കൊരു മിടുക്കും പറയാൻ, ഒരു യോഗ്യതയും പറയാൻ ഇല്ല. പിന്നെ നമ്മൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപ. നിങ്ങൾക്ക് മനസ്സിലായോ? കൃപ. അപ്പൊ അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം ഇമ്പോർട്ടന്റ്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. രാജ്യം ആക്ക് കർത്താവിന്, ശക്തിയാക്ക് കർത്താവിന്, മഹത്വം ആർക്ക്? പക്ഷെ ഇത് മൂന്നും അനേകർ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. എൻ്റെ രാജ്യം, എൻ്റെ ശക്തി, എൻ്റെ മഹത്വം ഞാൻ കൊടുക്കൂല. കണ്ടിട്ടുണ്ടോ? വിട്ടുകൊടുക്കൂല. കണ്ടിട്ടുണ്ടോ? ഇത് മൂന്നും ആര് പിടിച്ചു വെച്ചോണ്ടിരിക്കും? നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ചിലപ്പോൾ. അതോ എൻ്റെ രാജ്യമോ? എൻ്റെ രാജ്യത്തിനകത്ത് വേണമെങ്കിൽ ദൈവം ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് ഞാൻ പോകുന്ന പരിപാടിയൊന്നും എൻ്റെ രാജ്യം പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ എന്തൊക്കെ പറഞ്ഞു അതിൻ്റെ വള്ളിയും പുള്ളിയും ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് അങ്ങനല്ല. കർത്താവേ ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങയോട് പറഞ്ഞു. പക്ഷെ അങ്ങേക്ക് ഇതിനകത്ത് എനിക്ക് തരാൻ എന്തൊക്കെ ഹിതമുണ്ടോ അതെനിക്ക് തരണം. ഇനി ദൈവം തന്നാൽ ഞാൻ സന്തോഷത്തോടെ പ്രാപിക്കും. ഇത് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ദൈവം അങ്ങ് തന്നില്ലെങ്കിലും എൻ്റെ ദൈവം അല്ലാണ്ടാകൂല. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഒക്കെ ലക്ഷ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ പ്രമാണത്തിൽ നല്ല പ്രസംഗിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. കർത്താവേ രണ്ടുപേരെ കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുന്നു. 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് യാക്കോവും ഒന്ന് ആര്? പത്രോസും. ബൈബിളിലുള്ളതാണ്. 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് യാക്കോവ്, ഒന്ന് പത്രോസ്. 2 പേരും കാരാഗ്രഹത്തിൽ. പക്ഷേ യാക്കോവിനെ കൊന്നു, പത്രോസിനെ രക്ഷിച്ചു. ഈ ദൈവം ക്രൂരനല്ലേ? പറ, എന്തുകൊണ്ട് പ്രാർത്ഥന കേട്ടില്ല ദൈവം? ഇപ്പം നിങ്ങൾ പറയും ഈ സിസ്റ്ററിൻ്റെ പ്രമാണമാണ് പ്രശ്നം. അല്ല, ബൈബിളിലുള്ളതാ.
നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പിന്മാറും. അതുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ച്, മക്കളെ അവരുടെ വേല തികയുമ്പോൾ ചിലപ്പോൾ ഏത് പ്രായമൊന്നും നമുക്ക് അറിഞ്ഞില്ല. അവരുടെ വേല തികയുമ്പം ദൈവം അവരെ കർത്താവിൻ്റെ പിള്ളയായിട്ടാണ് ജീവിച്ചെങ്കിൽ ഇവിടെ കൊണ്ടുപോകും, അവിടെ വെച്ച് കാണും. അതിൻ്റെ അപ്പുറത്ത് നീ ക്വസ്റ്റ്യനൊന്നും, ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും, ഇത് അവരെ പ്രമാണം പറയണം. അല്ല, യാക്കോബ് മരിച്ചില്ലേ, പക്ഷെ പത്രോസിനെയോ? അപ്പം നമുക്ക് ചോദിക്കാം, കർത്താവ് യാക്കോബിന് എന്താ അപ്പച്ചൻ? രണ്ടുപേരും ദൈവദാസന്മാരല്ലേ, രണ്ടുപേരും പ്രാർത്ഥിച്ചവരല്ലേ, രണ്ടുപേരും കർത്താവിൻ്റെ കൂടെ നടന്നില്ല, രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥന നടന്നില്ലേ? പിന്നെ ഒരാളിനെ മാത്രം രക്ഷിച്ചു, ഒരാളിനെ മാത്രം രക്ഷിക്കാത്ത എന്തുകൊണ്ടപ്പാ എന്ന് ചോദിച്ചാൽ കർത്താവ് നീ അത് അറിയണ്ട, അത് എൻ്റെ ഹൃദയത്തിനകത്തുള്ള കാര്യം. എനിക്ക് എപ്പോൾ ആക്കണമെന്ന് എപ്പോഴും എടുക്കണമെന്നല്ല, എനിക്ക് നീ ആലോചന പറഞ്ഞ്, അവിടെയാണ് ദൈവം ഇങ്ങനെ പറയുന്നത്, എനിക്ക് നീ ആലോചന പറഞ്ഞ് തരണ്ട, എൻ്റെ ആലോചന നിവൃത്തിയാവും. കണ്ടോ? അതേപോലെ തന്നെ ഓരോ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുറവും നമുക്ക് എന്ത് ചെയ്യൂല, വരുത്തേയില്ല. ദൈവം കൂടെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്ത വഴിയിലൂടെ ആര് നടത്തും? ദൈവം നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ചിലത് തന്നാൽ ദൈവത്തിനറിയാം, അവിടെ കൂടെ പോയി അതോടെ വീഴും. ചിലപ്പം തൊട്ടപ്പുറത്തൂടെ മാറ്റി ചിലപ്പം നമ്മളെ സഞ്ചരിക്കുമാറാക്കും. അതിലൂടെ നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തെ സത്യമാണ് ഞാൻ പറയുന്നത്. ബിലയാം കഴുത അടിച്ചില്ലേ? അടിച്ചു. ബിലയാം വല്ലതും കണ്ടിട്ടാണോ അടിച്ചേ? പക്ഷെ കഴുതയ്ക്ക് ആരെ കാണാം? ദൂതനെ കാണാം. പക്ഷേ ബിലയാമിനെ ആരെ കണ്ടുകൂടാ? പ്രവാചകൻ ആരെ കണ്ടുകൂടാ? ദൂതനെ കണ്ടുകൂടാ. പക്ഷെ കഴുത അടിച്ചു. വല്ല ആരും ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു കാര്യവും ഇല്ല. എന്നെക്കുറിച്ച് ചിലപ്പോൾ ടയർ അവിടെ പഞ്ചറായി, അല്ലെങ്കിൽ കാറ്റ് പോയി, അല്ലെങ്കിൽ ആ കുറച്ച് സമയം നമ്മളെ നിർത്തി അവിടെ. ഉടനെ ചിന്തിക്കണം, കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്, ഇവിടെ എന്നെ അല്പം വെയിറ്റ് ചെയ്യിച്ചെങ്കിൽ ദൈവത്തിന് തൊട്ടപ്പുറത്ത് എന്തോ ഒരു ഉദ്ദേശം. ചെറിയൊരു പോറലാണ് ഇപ്പുറത്ത് വന്നത്, പക്ഷെ പോറൽ വന്നപ്പോൾ ഞാൻ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പുറത്ത് മറിഞ്ഞറിയാതെ അങ്ങ് വീണു. കർത്താവ് അപ്പുറത്ത് ഞാൻ അതിൻ്റെ അടിയിൽ അകപ്പെട്ട് എല്ലാം മൊത്തം പോകുന്നതിന് മുൻപേ ഇപ്പുറത്തിന് തൊട്ടൊന്ന് നിർത്തിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ചിന്ത പോയെന്ന് എനിക്കറിഞ്ഞൂടാ. പലപ്പോഴും ചില സ്ഥലത്ത് നമ്മൾ ഇരുത്തുന്നതിൻ്റെ കാര്യം തൊട്ടപ്പുറത്ത് പതിയിരിക്കുന്ന ചിലത് നമുക്ക് സംഭവിക്കും മുമ്പ് തൂക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ട് നിർത്തുന്നതാണ്. ഇത് പറഞ്ഞ് സ്വോത്രം പറയാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. അവിടെ നമ്മൾ ദൈവത്തെ പറയല്ലേ, എല്ലാം പ്രാർത്ഥിക്കാം. ഇനി അവസാനം ഒരു വരി കൂടെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഈ ദൈവം, ഇനി ഞാൻ പറയുന്നു കിട്ടും, ദൈവം തരും. ദൈവതെല്ലാം നടത്താൻ, എല്ലാം പരിപാലിക്കാൻ, എല്ലാം കാക്കാൻ നമുക്ക് ശക്തനാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ ചിലർ പിന്മാറിപ്പോവും. ഞാൻ ഈ ക്ഷീണത്തോടെ ഇരിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ഈ രോഗം മാറ്റിയില്ലേ, രോഗം മാറ്റാത്ത ദൈവത്തെ ഞാൻ എന്താ ആരാധിക്കുന്നു? ആ ദൈവം അങ്ങ് രോഗം മാറ്റൂലേ? ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശം ഉണ്ട്. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞേ മാറുള്ളൂ. ചിലപ്പോൾ നമ്മളെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കും, ചിലപ്പോൾ അപ്പം തന്നെ സൗഖ്യം, ചിലപ്പോൾ ഒരാഴ്ച ഇരുത്തി. ഇതെല്ലാം ആരുടെ കയ്യിലുള്ളതാ? പക്ഷെ അവിടെയെല്ലാം നമ്മൾ ആ കൃപയിൽ എന്ത് ചെയ്യണം? ആശ്രയിച്ച് ഇരിക്കണം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കാലി പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 15 വായിച്ചു പോയേ. ശുദ്ധി വിശുദ്ധി ടക്കനെ പറയും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. മതിയല്ല, ഈ ഒറ്റ വരും. നീ ക്ഷമിച്ചില്ലയോ? നീ 24 മണിക്കൂറല്ല 210 ദിവസം ഒരുമിച്ചിരുന്ന് ഉപവസിച്ചാലും നിന്റെ ഒരൊറ്റ പാവം ഞാൻ ക്ഷമിച്ചിട്ടില്ല. നീ വിശ്വസിച്ചത് വെറുതെ ആയിപ്പോ. ഇതേ ദൈവം പറയൂ. എന്തുകൊണ്ട് ക്ഷമിച്ചില്ല എന്ന് ചോദിച്ചാൽ നീ ക്ഷമിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ നിന്നോട്? നിങ്ങൾ ആരെങ്കിലും മോശക്കാരാക്കി പറയുകയല്ല, ഞാൻ ഈ തിരുവചനം പറയുകയാണ്. മോശക്കാരാക്കാൻ എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് സഹോദരങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. സ്വത്തൊന്നും പറഞ്ഞ് പൊങ്ങാനോ പ്രശംസിക്കാനൊന്നുമില്ല. അപ്പോൾ ആ വരി ഒന്നുകൂടെ വായിച്ചേ. യേശു എന്തുകൊണ്ട് ക്ഷമിക്കൂല? ഞാൻ 21 ദിവസം ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ യേശു ക്ഷമിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞപ്പോൾ ക്ഷമിച്ചെന്ന് പറഞ്ഞു. കരഞ്ഞെന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കുമോ? ചിലർ പാപം ചെയ്യും, ഭയങ്കരത്തിൽ കരയും. കരഞ്ഞെന്ന് പറഞ്ഞൊരു ക്ഷമ വരില്ല. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകിയാലേ പാപക്ഷമ വരും.
പിന്നും പാപം ചെയ്യും, കരയും പിന്നും ഉടൻ പോവോ? ഇല്ല. കരച്ചിലല്ല പോകുന്നത്, രക്തത്തിലാണ് പോകുന്നത്. ആ രക്തം എൻ്റെ മേൽ വീഴാൻ അവിടെ വില കൊടുക്കണം, അവിടെ വീഴണം, അവിടെ തകരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ. അടുത്ത വരി വായിച്ച്, ആ വരി ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഒറ്റ വരി, എല്ലാവർക്കും ഉള്ള വരി. മക്കളെ, നീ ആരോടെങ്കിലും ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ പറഞ്ഞത് ഒന്നും ഞാനും എന്ത് ചെയ്തിട്ടില്ല. നമുക്ക് കത്തിയല്ല എല്ലാവർക്കും. കർത്താവ് ഒന്ന് ക്ഷമിച്ചിട്ടില്ല. നീ വിചാരിക്കും പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എന്ത് നടന്നു? ക്ഷമ നടന്നു. നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നീ ക്ഷമിക്കേണ്ടത് ആദ്യം. ഇതുപോലെയാണ് കർത്തൃമേശ സമയത്ത് യേശുപ്പച്ചൻ പറഞ്ഞത്, തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്തിട്ടേ അയാളെ തന്നെ വിട്ടു. ഇവിടെയോ? ഇവിടെയും നമ്മക്കങ്ങ് വിട്ടു. എന്തോന്ന് വിട്ടു? നീ ക്ഷമിച്ചാ നിന്നോടും, നീ ശോധന ചെയ്താൽ നീ രക്ഷപ്പെട്ടു. ഉണ്ടോ? രണ്ട് വചനം കണ്ടോ? മനസ്സിലായിക്കണം. അപ്പോൾ ഒന്ന്, വിശുദ്ധിയുടെ ആദ്യത്തെ പടി, എന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ഞാൻ ഒരു ഒഴിഞ്ഞ പാത്രമായി മാറും. എങ്ങനെയുള്ള പാത്രം? വെറും ഒഴിഞ്ഞ പാത്രം എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. കർത്തൃമേശ സമയത്ത് ഈ പാത്രമെല്ലാം കഴുകിക്കൊണ്ട് വെച്ച്, ഈ പാത്രത്തിനകത്ത് എല്ലാം വെച്ചിരിക്കും, ഈ കർത്തൃമേശയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം. പക്ഷെ അതിനെ ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ അപ്പവും ആ വീഞ്ഞും വിശുദ്ധം ആകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് പാസ്റ്ററിൻ്റെ കയ്യിലിരിക്കുന്നതല്ല, പ്രസംഗിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല. അത് ദൈവത്തിൻ്റെ ഇരിക്കുന്നതാണ്. ദൈവത്തിലുള്ളത് ഒന്ന് ആ ഒഴിഞ്ഞ പാത്രത്തിനകത്ത് നിറയുന്നതാണ് വിശുദ്ധി. നിങ്ങൾക്ക് മനസ്സിലായോ? എഫേസ്യർ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം വായിച്ച്. എഫേസ്യർ 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. മഹാവാക്യമല്ല, എഫേസ്യർ ലേഖനം എത്ര അധ്യായം വായിച്ചേ? ഇപ്പം 3:20 അല്ലേ? സ്തോത്രം. 3:18 വായിച്ചേ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. 19 3:19. വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും. കണ്ടോ? ഈ നിറവ് തരുന്ന ഈ പാത്രത്തിനകത്ത് ഏതിനുള്ള നിറവ്? ക്രിസ്തുവിൻ്റെ തലയോളം നിറയ്ക്കാൻ. ഈ നിറവിലൂടെ വരുന്നതിന് മാത്രമേ എവിടെ പ്രയോജനമുള്ളൂ? ശാലിനി എന്തൊക്കെ പഠിച്ച് ചെയ്താലും, എന്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ചെയ്താലും ദൈവം പ്രസാദിക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. പക്ഷേ ഈ പാത്രത്തിനകത്ത്, നിങ്ങളാകുന്ന പാത്രത്തിനകത്ത്, കഴുകി ശുദ്ധീകരിക്കുന്ന ആ പാത്രത്തിനകത്ത് യേശുപ്പച്ചൻ്റെ ആത്മാവ് നിറഞ്ഞിട്ട് ആ ആത്മാവിലൂടെ മാത്രം ഒഴുകുന്നത് വിടുതലാണ്. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായത് മാത്രം കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലാകാത്തവരൊന്നും ഉയർത്തരുത്. മനസ്സിലാവാതെ നെഗറ്റീവായിട്ടിരിക്കും. അല്ലെങ്കിൽ സ്തോത്രം. ഞാൻ കഴുകി എന്നെ ഒഴിച്ചു വച്ചപ്പോൾ അവിടെ ഒന്ന് വന്ന് കർത്താവ് നിറയ്ക്കും. അതാണ് കർത്താവിലുള്ളത്. ആ നിറച്ചതിൽ നിന്ന് ഒഴുകി പള്ളിക്കകത്തിറങ്ങുമ്പോൾ ജനത്തിന് വിടുതല്. അത് ഞാൻ പഠിച്ച് ഞാൻ അക്ഷരത്തിൽ കൂടെ വരില്ല. അത് ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കണം. പക്ഷെ വായിച്ചെന്ന് പറഞ്ഞാൽ അത് വരില്ല. അത് വരുന്ന സ്വർഗത്തിൽ നിന്നാണ്, അത് വരുന്ന ദൈവത്തിൽ നിന്നാണ്. അതെൻ്റെ അകത്തിറങ്ങണമെങ്കിൽ ഞാൻ വില കൊടുക്കണം. അതിനാണ് ഉപവസിക്കേണ്ടത്, അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിനാണ് കരയേണ്ടത്, അതിനാണ് വീഴേണ്ടത്. അതെൻ്റെ അകത്ത് വരുമ്പോൾ അത് നിയന്ത്രിക്കും എന്നെ. പിന്നെ എൻ്റെ ജഡം മരിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? അപ്പോഴാണ് എൻ്റെ ജഡം മരിച്ചിട്ട് ഞാൻ ആ ഉയരത്തിലാളായി മാറുന്നത്. ആ നിറവ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ അത്രയും മനസ്സിലായി കാണോ ഇല്ലേ? അല്ലാതെ വരുന്നതെല്ലാം ആരിലുള്ളതാ? എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യം തീരുമാനിക്കും, നടക്കും. പക്ഷേ അതൊന്നും ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മനസ്സിന്നത് ചിന്തിക്കുന്നു, നടക്കുന്നു. അതൊന്നും ദൈവത്തിൻ്റെ ഒന്നും അല്ല.
പക്ഷെ ദൈവത്തിൻ്റെത് ആത്മാവ് എൻ്റെ അകത്തിറങ്ങിയിട്ട് ആത്മാവ് എൻ്റെ അകത്തിറങ്ങിയിട്ട് എൻ്റെ മനസ്സിനെ കീഴടക്കും. മനസ്സിനെന്ത് ചെയ്യും? കീഴടക്കും. ആത്മാവ് എൻ്റെ അകത്തിറങ്ങി മനസ്സിനെന്ത് ചെയ്യും? കീഴടക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം, മനസ്സിലാവും. അത് കേട്ടാൽ മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം എന്താണെന്ന്. ഞാനിപ്പോൾ ഇതാ റോഡിൽ നടന്നു പോവുകയാണ്. പോയപ്പോൾ മരപ്പാൽ ജംഗ്ഷനിൽ നിന്ന് ഒരു മനുഷ്യൻ ഏറ്റവും നീചമായ വാക്ക് എന്നെ വിളിച്ച്, മോശം വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ചിന്ത പറയും, നിൻ്റെ വാ എന്തോന്ന് ചെയ്യുന്നു, പറഞ്ഞുകൂടെ രണ്ട്. അതെന്തോന്ന് പറയുന്നത്? ചിന്ത പറയും, 10 പറഞ്ഞുകൂട്. പക്ഷേ തൊട്ടപ്പുറത്ത് ആത്മാവുണ്ടെങ്കിൽ ആത്മാവ് പറയും, മക്കളെ നീ ഇതിൻ്റെ അപ്പുറം ചെയ്തപ്പോൾ ഞാൻ ക്ഷമിച്ചല്ലോ, അങ്ങ് പോട്ട്. അപ്പോൾ മനസ്സ് ഓടം പറയും, പോട്ടെന്നോ? മനസ്സ് പറയും, ഇത്ര ആളുകളെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി, അപമാനിച്ച്, നിന്ദിച്ച്, പരിഹസിച്ച്, എന്നെ കാർക്കിച്ചു തുപ്പി ഇത്രയും അപമാനം പറഞ്ഞ ഞാനോ? മനസ്സ് പറയുന്നുണ്ടോ? ഞാനോ? ആത്മാവ് പറയും, പോട്ടെ, നിനക്ക് വേണ്ടി ഞാൻ എത്രയോ അപമാനം ഏറ്റു. എൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞില്ലേ? നിന്നെ വസ്ത്രം പറിച്ചുരിഞ്ഞില്ലല്ലോ. കർത്താവിൻ്റെ ശബ്ദമാണ്. നിന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ക്രൂശിൽ പോയത് എങ്ങനെയാ മക്കളെ? ഇവിടെ ഈ ശബ്ദം പറയുന്നതാരാ? ആത്മാവ്. പക്ഷെ മനസ്സ് പറയും, പ്രതികരിക്കാൻ പറയും, വഴക്ക് പറയാൻ പറയും. ഇത് മനസ്സിനാണ് ബലം കൂടുതലെങ്കിൽ, ജഡത്തിനും മനസ്സിനുമാണ് ബലം കൂടുതലെങ്കിൽ ഈ ആത്മാവിൻ്റെ ശബ്ദത്തെ അടിയിലാക്കിയിട്ട് അപ്പം അങ്ങ് നൈറ്റി പൊക്കി വെച്ച് 2 പറഞ്ഞിട്ട് ഇനി വരും. സംഭവം ആത്മാവില്ലാത്തതുകൊണ്ടല്ല, ഉണ്ട്. ഇതിനെ കീഴടക്കാനുള്ളത് ഇല്ല. ഈ ആത്മാവ് എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെ മൊത്തവും നിയന്ത്രിച്ചിട്ട്, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദമും ഹൗവയും ദൈവം ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു ചെറിയ പീരീഡ് ഉണ്ടായിരുന്നു. അവർ വിളിച്ചാൽ എഴുന്നേൽക്കും, മക്കളെ ഇന്നത് പോയി ഭക്ഷിക്കെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കും, വാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കും. കർത്താവിൻ്റെ ശബ്ദം മാത്രമേ അവൾ കേൾക്കാൻ പറ്റൂ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്താണ്. യേശു പറഞ്ഞാൽ നടക്കാൻ പറ്റൂ, യേശു പറയുന്ന വഴിക്ക് നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത്രയും ദിവസമുള്ള ആദമിൻ്റെ ഹൗവയുടെ ജീവിതം 100-ന് 100 മാർക്ക് സ്വർഗത്തിൽ. കാരണം എന്താ? അത്രയും ദിവസം അവർ ജീവിച്ചത് ദൈവവും അവരും മാത്രം, ദൈവ ഇഷ്ടപ്രകാരം മാത്രം. എന്നാൽ സർപ്പം വന്ന അന്ന് തൊട്ട് പോയി. കണ്ട, പിന്നെയാണ് മനസ്സിൻ്റെ നിയന്ത്രണം വന്നത്. പിന്നെ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം പോയി. പിന്നെ എവിടെ വന്നു? മനസ്സിൽ. അതാണ് ആദമ്യ തലമുറകളാണ് ആര്? നമ്മൾ ഓരോരുത്തരും. ആ തലമുറയ്ക്കകത്ത് യേശു വരുമ്പോഴാണ് ആ വെളിച്ചം കത്തുന്നത്. കത്തി ആ കഴുകിയ പാത്രത്തിനകത്ത് അപ്പോൾ വിശുദ്ധിയുടെ ഒന്നാമത്തെ സ്റ്റാർട്ടിങ് ഇതാണ്. യേശു എൻ്റെ അകത്ത് വന്നു. ശ്രദ്ധിച്ചേ, അത് വിശുദ്ധിയുടെ ഒന്നാമത്തെ ചെറിയൊരു അനുഭവം. അടുത്ത രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. അങ്ങനെ വിശുദ്ധിയുടെ ആ ഒരു അടുത്ത പടി സ്നാനപ്പെടുന്നു. വിശുദ്ധനാണെന്ന് അറിയാനാണ്. രണ്ടാമത് എന്ത് ചെയ്യുന്നു? അയാള് സ്നാനപ്പെടുന്നു. സ്നാനത്തിലൂടെ എന്ത് സംഭവിക്കും? 6:1-2 റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ വാക്യം വായിച്ചേ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. മരണത്തിന്റെ പങ്കാളിത്തമാണ് സ്നാനത്തിലൂടെ. 1 യേശുവിനോട് ചേരും, 2 എന്ത് കിട്ടും? മരണത്തിൻ്റെ പങ്കാളിത്തം എന്തിൽ കിട്ടും? വിശുദ്ധനാണോ എന്ന് അറിയാനാണ്. അങ്ങോട്ട് വായിക്കുമ്പോൾ അത് അങ്ങോട്ട് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. മരണത്തിൻ്റെ പങ്കാളിത്തം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? വിശുദ്ധൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തോന്നാ? മറക്കല്ലേ. ഒന്നാമത്തെ കാര്യം എന്തോന്നാ? പറ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചെറിയൊരു പടി എന്തോന്നാ?
ആര് പറയും? ഞാൻ എന്തിനാണ് നിർത്തിപ്പത്തി പറയുന്നത്? ഇതറിഞ്ഞിരിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. അല്ല, നമുക്ക് ആരാധിച്ചൊക്കെ പോവാം, പക്ഷെ ഇതറിഞ്ഞില്ലെങ്കിൽ പോക്കാണ്. ഞങ്ങോട്ട് ഒരുപാട് പടിയുണ്ട്. നോക്കിയേ, ഒന്നാമത്തെ ചെറിയ പടി എന്തോന്നാണ്? ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി യേശുവിനെ എൻ്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നതാണ് ഒന്നാമത്തെ വിശുദ്ധൻ്റെ ഒന്നാമത്തെ സ്റ്റാർട്ടിങ്. രണ്ടാമത്, അയാൾ സ്നാനപ്പെടും. രണ്ടാമത്തെയും യേശുവിനോട് ചേരാൻ സ്നാനപ്പെടും. ഇനി ഈ സ്നാനത്തിലൂടെ ഈ രണ്ടാമത്തെ തട്ടല്ലെങ്കിൽ രണ്ടാമത്തെ ആ ഒരു ചെറിയ സ്റ്റെപ്പിനകത്ത് ഞാൻ യഥാർത്ഥമായിട്ട് ആ സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ എന്തിന് പങ്കാളികളാകുന്നു? വായിച്ച വരി ഒന്നുകൂടെ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ഒന്ന് ചേർന്നു. അടുത്ത്, എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റി. ഏത് പങ്കാളിത്തം? വിശുദ്ധിയുടെ രണ്ടാമത്തെ ഘട്ടം സ്നാനമാണ്. സ്നാനത്തിൽ മെയിൻ, ഞാൻ മരണം ചോദിച്ചു വാങ്ങുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നു സിസ്റ്ററിൻ്റെ പ്രമാണമാണ് പറയുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നു, ക്ഷമിക്കുക. സ്വത്രം ബൈബിളിലുള്ളത് മാത്രമാണ്. സ്വത്രം ഞാൻ മരണം ചോദിച്ചു വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ തലയടിച്ച് മരിക്കാന്നാണോ? അല്ല, മരണം ചോദിച്ചു വാങ്ങുന്നു പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നിങ്ങളും മരണം ചോദിച്ചു വാങ്ങി അങ്ങനെയുള്ള ആളാണോ എന്ന് എങ്ങനെ അറിയാം? യേശു ക്രിസ്തുവിൻ്റെ രണ്ട് വശത്ത് രണ്ട് കള്ളന്മാരെ ക്രൂശിൽ കിടന്നു. യേശു ക്രിസ്തു നടുവിൽ കിടന്നു. ഞാൻ മരണത്തിൻ്റെ പങ്കാളിയാണോന്നാണേ, വിശുദ്ധൻ്റെ രണ്ടാമത്തെ പടിയാണേ. ഞാൻ മരണത്തിൽ പങ്കാളിയാണോ? എന്നെ വിശുദ്ധിയുള്ള പിള്ള എന്ന് പറയാമോ? നിങ്ങളെ വിശുദ്ധൻ എന്ന് വിളിക്കാമോ? മൊത്തത്തിലല്ല, രണ്ടാമത്തെ ചെറിയ തരിയാണേ. ഒന്ന്, കഴുകൽ പ്രാപിച്ചു, യേശു അകത്ത് വന്നു. രണ്ട്, ഞാൻ യേശുവിനോട് ചേരാൻ എന്ത് ചേർന്നു? സ്നാനമെടുത്തു. സ്നാനമെടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ചോദിച്ച് വാങ്ങി. റിയലി ഞാൻ ചോദിച്ചു വാങ്ങുക മാത്രമാണോ? എൻ്റെ വാ കൊണ്ട് വാങ്ങിയത് മാത്രമാണോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ മരിച്ചോ, മരണം ഞാൻ ചോദിച്ചു വാങ്ങിയോ എന്നെങ്ങനെ അറിയാം? കുത്തി നോക്കുമ്പം ക്രൂശിൽ കിടന്ന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു കിടന്നു. മരിച്ചോന്നറിയാൻ എന്ത് ചെയ്തു? കുത്തി. മരിച്ചോന്നറിയാൻ എന്ത് ചെയ്യണം? കുത്തി നോക്കണം. ഈ സ്നാനത്തിലൂടെ യേശുവിൻ്റെ മരണം ശാലിനിയുടെ ശരീരത്തിൽ വന്നോ എന്നറിയാൻ എന്ത് ചെയ്യണം? പ്രശ്നം വരുമ്പോൾ എടുത്ത് ചാടുമെങ്കിൽ ശാലിനി വിശുദ്ധിയുടെ പടിയൊന്ന് നിനക്ക്. ഒരാൾ നിന്നെ 2 പറഞ്ഞു, നീ 4 പറയുന്നെങ്കിൽ നിനക്ക് ആ അയറിയിലോട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പേര് മാത്രമേ ഒരു വിശുദ്ധനെന്ന് നിന്നെ പറയാനുള്ള കാരണം എന്തില്ല? മരണത്തിൻ്റെ പങ്കാളിത്തം ഇല്ല. മരണത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടോയെന്നറിയാൻ ഞാൻ എന്ത് ചെയ്യണം? മരിക്കണം. ഒരു ചെകിടത്ത് അടിക്കുമ്പോൾ മറു ചെകിട് വരണം. എന്നെ മോശം വാക്ക് പറഞ്ഞ് എനിക്ക് ആരോട് വിരോധം വരരുത്. എനിക്ക് ആരോടും പിണക്കം കാണരുത്. എനിക്ക് ആരോടും പക. വിശുദ്ധൻ്റെ ലക്ഷണമാണ്. ഇതില്ലാതെ, ഈ മരണത്തിൻ്റെ പങ്കാളിത്തമില്ലാതെ ശാലിനി വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇപ്പോഴും ഞാൻ എവിടെ കിടക്കപ്പോഴേ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഒരു വിശുദ്ധൻ എന്ന് ഒരുപാട് കാര്യം അങ്ങോട്ടുണ്ട്. ഒന്നാമത്, യേശു ഞാൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഈ ഒഴിഞ്ഞ പാത്രത്തിനകത്ത് യേശു വരുന്നതാണ്. രണ്ടാമത്, ഞാൻ യേശുവിനോട് ചേരാൻ സ്നാനപ്പെടുന്നതാണ്. മൂന്നാമത്, ആ സ്നാനപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മരണത്തിൽ പങ്കാളിയായോ? 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, ഈ മരണത്തിൽ നമ്മളുണ്ടോ നോക്കിയേ. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. മരിച്ചോ എന്ന് എങ്ങനെ അറിയാമെന്ന് ശ്രദ്ധിച്ചോളണം. എല്ലാവരും മരിച്ചുവെന്നും. എല്ലാവരും, ഈ എല്ലാവരുടെ വാക്കിനകത്ത് ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? അത് സത്യമാണോ? വിശ്വാസം എന്നാൽ എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എന്ത് കണ്ടില്ല? ഞാൻ യേശുപ്പച്ചൻ വന്നതോ യേശുപ്പച്ചൻ ക്രൂശിലായതോ ഒന്നും ഞാൻ അപ്പോൾ ലൈവായിട്ട് എന്ത് ചെയ്തില്ല?
കണ്ടില്ല. പക്ഷെ ഞാൻ വചനത്താൽ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഞാനും എവിടെ ഉണ്ടായിരുന്നു? ആ ക്രൂശിനകത്ത്. ഞാൻ ഇന്നലെ വന്ന ആളല്ല, മെനഞ്ഞാന്ന് വന്ന ആളല്ല, എന്നെ ഇന്നലെയും മെനഞ്ഞാന്നും തിരഞ്ഞെടുത്തല്ല. എഫേസ്യർ 1:4 ടക്കനെ വായിച്ചേ. എഫേസ്യർ 1:4. 1:4, 1 തിമോഥെയോസ് 1:9. അല്പ കട്ടിയാണിത്. അകത്തിറങ്ങിയാലേ നമുക്ക് എന്തോന്നാണെന്ന് അറിയാൻ പറ്റൂ. വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ. ശാലിനി എപ്പോഴാകണ്ടേ? ലോക സ്ഥാപനത്തിന് മുമ്പേ. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എന്നെ നിങ്ങളെ ആരിൽ തിരഞ്ഞെടുത്തു? എൻ്റെ തിരഞ്ഞെടുപ്പ് ഇന്നും ഇന്നലെ അല്ല, ലോകം ഉണ്ടാകും മുമ്പേ തിരഞ്ഞെടുത്തു ഇല്ലേ? ഇനി തിമോഥെയോസിൻ്റെ ലേഖനം വായിച്ചേ. 1 തിമോഥെയോസ് 1:9. 1 തിമോഥെയോസിൻ്റെ ലേഖനം 1:9 വായിച്ചേ. മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ. എത്ര വാക്യം, എത്ര അധ്യായം വായിക്കുന്നത്? 1:9. 2 തിമോഥെയോസ് 1 തിമോഥെയോസാണ് ഞാൻ പറഞ്ഞത്. 1 തിമോഥെയോസ് 1:9 വായിച്ചേ. 2 തിമോഥെയോസ് വായിച്ചേ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. 2 തിമോഥെയോസ് 1:9 2 തിമോഥെയോസ് 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും. അതന്നെ വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. എൻ്റെ ഒറ്റ പ്രവൃത്തിയല്ല. കണ്ടോ? അപ്പോസ്തലൻ കരയാൻ കാരണം എന്താ? അയാളെ പ്രവൃത്തി എവിടെ പോകൂല? ആത്മാവിൻ്റെ പ്രവൃത്തിയെ പോകൂ. കട്ടിയാണല്ലേ വചനം. വായിച്ചേ അടുത്ത വരി. സകല കാലത്തിനു മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. 9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. മതി. ക്രിസ്തു യേശുവിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കണ്ടോ? എന്നാണ്? ഇന്നലെയാണോ? മെനഞ്ഞാന്നാണോ? അല്ല, പിന്നെ സകല കാലത്തിനും മുമ്പേ. എഫേസ്യർ പറയുന്ന ലോക സ്ഥാപനത്തിന് മുമ്പേ. കൊരിന്ത്യർക്ക് ലേഖനം 5:14 പറയുന്നത് എന്തെന്നാണ്? സ്തോത്രം. വായിച്ചേ. നേരത്തെ ഒരിക്കൽ വായിച്ചു. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, ഇനി എനിക്കായിട്ടല്ല, എൻ്റെ പഴയ സ്വഭാവങ്ങളൊന്നുമില്ല, എനിക്കായിട്ടല്ല. അടുത്ത് തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടത്. എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായ യേശുവിനായിട്ടാണ് ആര് ജീവിക്കേണ്ടത്? ഒരു വിശുദ്ധൻ. എത്രക്കും മനസ്സിലായി? ഒരു വിശുദ്ധൻ ജീവിക്കേണ്ടത് അങ്ങനെയാണ്. ഒരു വിശുദ്ധൻ എപ്പോഴും ജീവിക്കേണ്ട അങ്ങനെയാണ്. കുത്തി നോക്കുമ്പോൾ ഇതുപോലെ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരുടെ പങ്കാളിത്തം ഇല്ല? ഇപ്പം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്തം ഇല്ല. പങ്കാളിത്തം ഇല്ലെങ്കിൽ അയാൾ ആരല്ല? വിശുദ്ധനല്ല. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? മരണത്തിൻ്റെ പങ്കാളിത്തത്തിലൂടെ എനിക്ക് എന്ത് കിട്ടും? വിശുദ്ധനാണ്. അടുത്തൊരു ചെറിയ ഇതിൽ പോകും. പക്ഷേ എന്നെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ അകത്തും അവരോട് വിരോധമില്ല, എൻ്റെ പുറത്തും അവരോടൊന്നും ഇല്ല. എന്നെ കുത്തുമ്പോൾ എനിക്കൊന്നും. യേശുവിനെ ഞാൻ ഒരുപാട് പ്രാവശ്യം കരയിപ്പിച്ചപ്പോൾ യേശുവിന് ആ പകയോ വിരോധമോ എന്നോടോ നിങ്ങളോടോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വസിക്കുക. എന്നാൽ ഇടയ്ക്കോ കൂരിരുൾ താഴ്വര കൂടി നടന്നാൽ കൂരിരുളുണ്ട്, താഴ്വരയുണ്ട്, പ്രശ്നമുണ്ട്, കണ്ണീരുണ്ട്, കഷ്ടപ്പാടുണ്ട്. മക്കളെ, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വചനം മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? സ്വത്രം. ആരാണ് വിശുദ്ധൻ? മരണത്തിൻ്റെ പങ്കാളിത്തം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഞാൻ മരിച്ചു എന്ന് പറയാൻ, എന്നെ ആരെന്ത് ചെയ്തിട്ട് എനിക്ക് വിരോധമില്ലെന്ന് പറയാൻ, എനിക്ക് അയാളോട് പകയില്ലെന്ന് പറയാൻ. ഇനി ഒരു കാര്യം ചോദിക്കാം. എന്നെ പൊക്കി പറയുന്നവരുടെ അടുക്കൽ പോകാനാണോ എനിക്കിഷ്ടം? എന്നെ കുറ്റം പറയുന്ന ആളുടെ അടുത്ത് പോകാനാണ് ഇഷ്ടം?
പങ്കാളിയാണെന്ന് അറിയാനാണ്. വേറെ ഒന്നും ചിന്തിക്കല്ല. ശാലിനി സിസ്റ്റർ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. എന്നെ പൊക്കിപ്പോ സിസ്റ്ററെ, നിങ്ങളുടെ ശുശ്രൂഷ കൊള്ളാം, പ്രസംഗം കൊള്ളാം. പ്രസംഗം ഇങ്ങനെ പറയുന്ന ആളിൻ്റെ അടുത്തായിരിക്കുമോ ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. നിങ്ങൾ പറയാൻ എല്ലാം പഠിച്ച് പറയുമ്പോൾ അങ്ങ് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്തൊന്നും വന്നിട്ടില്ല എന്ന് എന്നെ എപ്പോഴും പറയുന്ന ഒരാളുടെ അടുക്കൽ ഓടിച്ചെല്ലാനായിരിക്കുമോ ഞാൻ ആഗ്രഹിക്കുന്നത്? അതോ എന്നെ പൊക്കി പറയുന്നവരടുത്ത് പോകാനായിരിക്കുമോ? നിങ്ങൾ ചിന്തിരേ. നമ്മളെപ്പോഴും പോകുന്ന എവിടെയാ? പൊക്കി പറയുന്നിടത്തല്ലേ. എന്തുകൊണ്ടാണ് പോകുന്നത് അവിടെ? അതാ പറഞ്ഞ് ചത്തിട്ടില്ല. എന്നെ പൊക്കുന്നതാണിഷ്ടം. എന്നെ കുറച്ച് കാണുന്ന ഇഷ്ടമില്ല. മരിച്ചവനെ പൊക്കിയാലും കുറച്ചാലും അവൻ ചത്തു. ഓ, തെളിവ് മനസ്സിലായോ? മരിച്ചവനോട് പറയാണ്, ആ പ്രസംഗം മോശമായിരുന്നു. ആ ചത്തവന് ഇനിയിപ്പോൾ പ്രസംഗം മോശമെങ്കിൽ എന്ത്? നീ ശരിയല്ല. ആ നീ ശരിയല്ലെന്ന് പറഞ്ഞാൽ ചത്തവനിപ്പം ഒരാൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ സിഗരറ്റ് ഇങ്ങനെ വലിച്ചു വിടുവോ? എന്താ കാര്യം? മരിച്ചു കിടക്കുന്ന ആൾ സിഗരറ്റ് വലിക്കുമോ? വലിക്കുമോ? പക്ഷെ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുക. മരിച്ചെന്ന് പറയും. കർത്താവ് ആഗ്രഹിക്കുന്ന മരണം ഇതാണ്. മരണത്തിൽ പങ്കാളിയായോ സ്നാനം വന്നിട്ട്? അപ്പൊ പിന്നെ വിശുദ്ധനെന്ന് എങ്ങനെ പറയും? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എത്ര ഓടി എവിടെ എത്തണം? പറ, എത്ര ഓടി എവിടെ എത്തണം? ആരടുത്ത്? എത്ര അകലെ നോക്ക്. ഇതില്ല നമുക്ക്. പക്ഷെ നമ്മൾ പെന്തക്കോസ്തുകാരായിരുന്നപ്പോൾ ഭയങ്കര ഏതില്ല, ഇതില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ അതാണെന്ന് രക്തം കൊണ്ട് കഴുകിയതുകൊണ്ട് വിശുദ്ധിയാവൂല. യേശുവിന്റെ സ്വഭാവം നിറഞ്ഞാലേ വിശുദ്ധിയാവൂ. പക്ഷെ നിറയണമെങ്കിൽ പാത്രം ഒഴിഞ്ഞിരിക്കണം, അതിന് വില കൊടുക്കണം. നിറയണമെങ്കിൽ അത് ആര് നിറയണം? ദൈവം നിറയണം. നിറയണമെങ്കിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യം കൊണ്ട് എന്ത് ചെയ്യണം? മത്തായി 5:2 കരയണം, പ്രാർത്ഥിക്കണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എന്നെ നിറയ്ക്കപ്പാ, എൻ്റെ അപ്പനെ പോലെ ആകാൻ എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ചമ്മന്തി കിട്ടാൻ ദോശക്കടയിൽ ചെന്ന് ദോശ വാങ്ങാൻ പോവുകയാണ്. അവിടെ ചെന്ന് നിന്ന് പറയുകയാണ്, 5 ദോശയും 5 ദോശയ്ക്കുള്ള ചമ്മന്തി എന്ന് ചോദിക്കുമോ? പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്തോന്ന്? 5 ദോശ വേണം. ആ എത്ര രൂപയായി? ഇത്ര രൂപ. ആ ദോശയുടെ കൂട്ടത്തിൽ എന്തുകൂടെ കാണും? എൻ്റെ യേശുവിനെ കിട്ടാൻ ഞാൻ നോക്കിയാൽ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അങ്ങ് അറ്റം വരെ ഓടാനുള്ളതും അവിടെ ഒരുക്കി വെച്ചിരിക്കുക. കൊടങ്ങാള ജംഗ്ഷനിൽ വെച്ച് തരാനുള്ളത് അവിടെ നിൽക്കുക, ഒരുങ്ങി. അത് വർഷങ്ങൾക്ക് മുമ്പേ ഒരുക്കി നിർത്തിയിരിക്കുക. തിരുവനന്തപുരം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം കിട്ടാനുണ്ട്. ദൈവം വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കി അവിടെ നിർത്തി വെച്ചിരിക്കുക. ഞാൻ അവിടെ ആ സമയത്ത് എന്നാലേ കിട്ടുള്ളൂ. ഏത് സമയം? ആ ഒരു സമയമുണ്ട്, അതെനിക്ക് പ്രാപിക്കാനുള്ള സമയം. പക്ഷെ എല്ലാം അവിടെ ഒരുക്കി. മഴയെ ദൈവം വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് വേണ്ടിയുള്ളത് എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് ഏത് വർഷം എത്രാം തീയതി എത്ര മണിക്ക് കല്യാണം. നമുക്ക് ഓരോരുത്തർക്കും കല്യാണം കഴിയാത്തവരുണ്ട്, കഴിഞ്ഞവരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ജനിക്കും മുമ്പേ അല്ലെങ്കിൽ ജനിച്ച ഉടനെ കുഞ്ഞായിരിക്കുമ്പോഴേ കല്യാണമൊക്കെ ഡേറ്റ് നിശ്ചയിച്ചതാണോ? പിന്നെന്ത് അപ്പോഴും നിശ്ചയിച്ച ഡേറ്റ് നടക്കത്തെന്ത്? ഞാൻ നീ നിശ്ചയിക്കുന്ന ഡേറ്റിലോ ഞാനും നീ നിശ്ചയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ദൈവം നിശ്ചയിക്കുന്നതേ. അതേ നടക്കും. ചിലപ്പോൾ അമ്പിലും വില്ലിലും ഒതുങ്ങാത്ത ആളിനെ നമുക്ക് തരേ ഉള്ളൂ. അങ്ങനെ തരൂ. രണ്ടുപേരും ഒരുപോലെ ഇരുന്ന വിശുദ്ധി പ്രാപിക്കണ്ടേ? അത് ചിലപ്പം രണ്ടും കന്യാകുമാരിയും ഗോകർണം പോലെ ആകും, കാസർഗോഡ് പോലെ ആകും. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പം തരിക. നമ്മൾ പ്രതീക്ഷിക്കും പോലെ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ദൈവത്തിനറിയാം എപ്പം കല്യാണം നടക്കണം, ആരെ തരണം, എവിടെ തരണം, എങ്ങനെ തരണം, എപ്പം വീട് തരണം, എപ്പം ജോലി തരണം, എപ്പം ഭാവി വരണം, എപ്പോഴെങ്ങനെ എത്ര മക്കൾ വേണം, ആ മക്കൾ എങ്ങനെ ആയിരിക്കണം, എവിടെ എത്തണമെന്നെല്ലാം അവിടെ ആയിട്ട് മക്കളെ ആക്കിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അവിടെ ആയിട്ട് മക്കളെ ആക്കിയിരിക്കുന്നു, ഭാവി ജീവിതം ആക്കിയിരിക്കുന്നു, സമ്പത്തും ആക്കിയിരിക്കുന്നു. ഇന്നടുത്ത് പോകുമ്പോൾ ഇത്ര രൂപ വേണം, അവിടെ ഇന്നടുത്ത് അങ്ങ് ഏറി നിൽക്കുക.
ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ആ ദിവസം, ആ വർഷം, ആ മാസം, ഇപ്പം കിട്ടൂല. പിന്നെ വിശപ്പുള്ളപ്പോഴല്ലേ ആഹാരം വേണം. ആ ആവശ്യം എപ്പോഴാണോ അപ്പം കിട്ടും. പക്ഷെ ഉറപ്പാണത്, അതിന് യാതൊരു സംശയവും ഇല്ല. പക്ഷേ കിട്ടേണ്ടതിനെ പ്രാപിക്കണം. അപ്പം വില കൊടുക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്തിന്? യേശുവിൻ്റെ വിശുദ്ധി എൻ്റെ അകത്ത്, ആ സ്വഭാവം എൻ്റെ അകത്ത് നിറയാൻ, ഇത് നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ. വിശുദ്ധൻ്റെ രണ്ടാമത്തെ പടി എന്തോന്നാ? ഒന്നാമത്തെ എന്തോന്നാ? ഞാൻ നിർത്താൻ പോകുക. ഒന്നാമത്തെ എന്തോന്നാ? ഒന്നാമത്തെ എന്തോന്നാ? എന്നെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് ഞാൻ ഒഴിഞ്ഞ എന്ന് വെച്ചാൽ എൻ്റെ പാവക്കറകളൊന്നുമില്ലാതെ ഒഴിഞ്ഞ പാത്രമായി എൻ്റെ യേശു എൻ്റെ അകത്ത് വരുന്നതാണ് ഒരു വിശുദ്ധൻ്റെ ഒന്നാമത്തെ, ആദ്യത്തെ പടി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു. അടുത്ത ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. സ്നാനത്തിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു? യേശുവിനോട് ചേരുന്നു. യേശുവിൻ്റെ മരണത്തിൻ്റെ ഷെയർ പിടിച്ചു വാങ്ങുന്നു. നമ്മൾ എത്ര പേര് പിടിച്ചു വാങ്ങി? ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെ സ്വഭാവത്തിനകത്തറിയാം. ഇല്ലെങ്കിൽ ആരല്ല. കുത്തി നോക്കുമ്പം ഇന്നും ജീവനുണ്ടെങ്കിൽ, ഒരിക്കൽ ആ ഒരു കഥ കൂടെ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ. ഒരു ദിവസം കുഞ്ഞുങ്ങളെല്ലാം കൂടെ യേശുവിൻ്റെ ക്രൂശീകരണം അങ്ങോട്ട് പ്രദർശിപ്പിച്ചു. അപ്പോൾ ലാസ്റ്റിൽ ഒരാൾ വന്ന് കുത്തി നോക്കണം. യേശുവായിട്ട് അഭിനയിച്ച ആളിനെ കുത്തി നോക്കണം. മരിച്ചോന്ന് നോക്കണ്ടേ? അവസാനത്ത് ആ രക്തവും നീരും ഒഴുകണ്ടേ? അപ്പോൾ കുത്തണം. അപ്പം ആദ്യമേ പറഞ്ഞാ കൊണ്ടുപോയ, നീ പതുക്കെ കുത്താവൂന്ന് അവിടെ അവതരിപ്പിച്ച് കാണിക്കും. പതുക്കെ കുത്താവൂന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഇവിടെ നിന്നെ പതുക്കെ ഞാൻ കുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിന്നു. സംഭവം ക്രൂശിൽ കിടക്കുമ്പോൾ കുത്തിയത് അല്പം ആഴത്തിലായിപ്പോയി. പതുക്കെ അരക്കണ്ണ് വെച്ചു ഇറങ്ങിട്ട് എന്തോരാ അതെന്താ ചത്തില്ല. നമ്മൾ ആ കൂട്ടത്തിലാണെങ്കിൽ ആ വിശുദ്ധൻ്റെ ആ ഭാഗത്ത് ഇല്ല. നിനക്ക് എത്രയൊക്കെ മനസ്സിലായി? ഒന്നുകൂടെ വായിച്ചേ, റോമർ 6. ഒന്നുകൂടെ വായിച്ചേ. റോമർ 6 ഒന്നുകൂടെ വായിച്ചേ. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അറിയുന്നില്ല. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ, മരണത്തിൽ ആരായി? പങ്കാളിയായി. മരിച്ചു. ആരോടുകൂടെ മരിച്ചു? യേശുവിനോട് കൂടെ. ഇനി ഞാൻ പഴയ മനുഷ്യനല്ല. അടുത്ത് പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാൻ കുഴിച്ചിടപ്പെട്ടു. അടുത്ത് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അതെന്തോന്നാണ് ആ വഴി? ജീവന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്നാ? വിശുദ്ധിയുടെ അടുത്ത തലം. ശ്രദ്ധിച്ചോ? ഞാൻ ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെട്ടു. പിന്നെ ആ മരണത്തിൻ്റെ പങ്കാളിത്തം ഞാൻ സ്വീകരിച്ചു. അതിൽ തന്നെ മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ എന്ത് ചെയ്തു? ജീവൻ്റെ പുതുക്കത്തിൽ. ഏത് ജീവൻ? യേശുവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ. ഇനി ഞാൻ പഴയ ആളായിട്ടല്ല, ഇനി ക്രിസ്തുവുള്ള ആളായി. എവിടെ നോക്കിയാൽ എന്നിലിവിടെ ആരെ കാണും? ക്രിസ്തുവിനെ കാണും. ജീവന്റെ പുതുക്കത്തിൽ വായിച്ചേ. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ. എത്ര പേര് മരിച്ചു എങ്കിൽ? കണ്ടോ വാക്ക്? ആ മരണം എന്നിൽ വന്നെങ്കിൽ. ഇല്ലെങ്കിൽ പോക്കാണ്. ഇല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് കിടക്കാന്നേ ഉള്ളൂ. പക്ഷെ മരണം വന്നെങ്കിൽ അടുത്ത് പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും. ഇനി വിശുദ്ധിയുടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ടക്കനെ 3:30 കറക്റ്റ് നിർത്താം. മൂന്നാമത്തെ കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു, ഒഴിഞ്ഞ പാത്രം. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ പാപിയായിരുന്നു, കഴുകി അപ്പൻ എൻ്റെ അകത്തങ്ങ് ഇറങ്ങി. 2, ഞാൻ സ്നാനപ്പെട്ടു, യേശുവിനോട് ചേർന്നു, ഞാൻ മരിച്ചു. ഇനി ഞാനല്ല, എന്നിൽ ആര്? യേശു. മരണത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. പങ്കാളിത്തം പിടിച്ചു വാങ്ങിയവരാണ് നമ്മൾ. ഞാൻ മരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവിശുദ്ധിയുടെ പട്ടികയിൽ ഇല്ല. അടുത്ത
അതിനകത്ത് മൂന്നാമത്തെ ഭാഗമാണ് സ്വത്രം ശബത്ത് അനുഭവം. ഒരു വിശുദ്ധൻ്റെ മൂന്നാമത്തെ കാര്യമാണ് എന്തനുഭവം? എന്താണ് ശബത്ത് എന്ന് പറഞ്ഞാൽ? ആർക്കറിയാം? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ശബത്ത് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ശബത്താണ് ആരാധന. യഹൂദന്മാരുടെ ആരാധന ദിവസം എന്നൊന്നാ ശബത്ത് നാൾ. അപ്പോൾ പഴയ നിയമത്തിനകത്ത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. എന്താണ് ശബത്ത്? സ്വത്രം. എന്താണ് ശബത്ത്? എന്താണ് ശബത്ത്? നമ്മൾ പറയും ശനിയാഴ്ചയാണ് ശബത്ത്. കാരണം യഹൂദന്മാർ ശനിയാഴ്ചയാണ് ആരാധിച്ചത്, അന്നാണ് അവർക്ക് ശബത്ത്. പക്ഷെ നമ്മുടെ ശബത്തെന്ന് നമ്മുടെ ശബത്തെന്ന് ഞായറാഴ്ചയല്ലേ? ഉള്ള സത്യം അവർ പറഞ്ഞു. നമ്മുടെ ശബത്തെന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ ശബത്ത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് 1-2 വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പോകുമ്പോൾ അതിനകത്ത് ഉൽപ്പത്തി പുസ്തകം 1:26 അവസാന വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന് മതി. അടുത്ത് ലാസ്റ്റ് അതേ 1 ലാസ്റ്റ് വായിക്കാം. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി. ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി. ആദ്യം ഉണ്ടാക്കി, എന്നിട്ട് ആ ലാസ്റ്റ് വാക്യം വരുമ്പോൾ ഉണ്ടാക്കിയതിനെല്ലാം ദൈവം നോക്കി. അടുത്ത് അത് എത്രയും നല്ലത് എന്ന് കണ്ടു. അത് എത്രയും ഉണ്ടാക്കിയതെല്ലാം എങ്ങനെയെന്ന് എത്രയും നല്ലതെന്ന് കണ്ടു. അടുത്ത് സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. സന്ധ്യയായി ഉഷസ്സുമായി. ഓരോ ദിവസവും എന്തായി? സന്ധ്യയുമായി ഉഷസ്സും ആയി. കർത്താവ് പഴയ നിയമത്തിനകത്ത് പറഞ്ഞത് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? അന്ന് കർത്താവ് നോക്കിയപ്പോൾ എല്ലാ ദിവസവും ഇവരെ ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ ഇനി ഞാനൊരു നിയമം തരാം. നിങ്ങൾ 6 ദിവസം എല്ലാ ജോലിക്കും വയ്ക്കോ, പക്ഷേ 7-ാം ദിവസമെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഇത് അങ്ങോട്ട് പറയാൻ പോകുന്ന 2-3 വരി നിങ്ങൾക്ക് മനസ്സിലാവണം. ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദമും ഹവ്വയും ദൈവവും തമ്മിൽ എപ്പോഴും ഒരു കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, കഥയായിട്ട് ഞാൻ പറയാം, മക്കൾ ശ്രദ്ധിക്കണേ. അനോജേ സ്തോത്രം. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദമും ഹവ്വയും ദൈവവും തമ്മിൽ ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിക്കാൻ അവിടെ വന്ന് അതോടുകൂടെ ആ ബന്ധം എന്ത് ചെയ്തു? മുറിഞ്ഞു. ജനം തോന്നിയ ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ദൈവം ഒരു കൽപ്പന ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെ ചെയ്തോ, പക്ഷേ ഒരു ദിവസമെങ്കിലും എനിക്ക് നിങ്ങളെ കൂടെ വസിക്കണം. യേശുവിന് വല്ലാത്ത ഒരു ആഗ്രഹം, ഒരു ദാഹം, ഒരാവേശം. ആരോടുകൂടെ വസിക്കാൻ? സർവശക്തൻ ആരോടുകൂടെ വസിക്കാൻ? ജനത്തോടുകൂടെ വസിക്കാൻ ഒരാവേശം. മനസ്സിലായോ? ആ ആവേശത്തിൽ 7-ാമത്തെ ദിവസം അതിനെന്താക്കി? ശുദ്ധീകരിച്ചിട്ട് ഏത് ദിവസമാക്കി? ശബത്താക്കി. വായിക്കാമോ നമുക്ക്? 7-ാം ദിവസം സന്ധ്യയായി ഉഷസ്സുമായി. 6 ദിവസം സന്ധ്യയായി ഉഷസ്സുമായി. 2-ാം അധ്യായം 1 വായിച്ചേ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. 7-ാം ദിവസം ആര് നിവർത്തനായി? ദൈവം നിവർത്തനായി. അടുത്ത് താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. 7-ാം ദിവസത്തെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇനി 7-ാം ദിവസം സന്ധ്യയായി ഉഷസ്സായെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 7-ാം ദിവസം ഏത് ദിവസം? ശബത്ത് തന്നല്ലോ. പക്ഷെ 7-ാം ദിവസം കഴിഞ്ഞ് 8-ാം ദിവസം ആയോ? അപ്പൊ ഇന്ന് ഏത് ദിവസം? പറ. ഇന്ന് ഏത് ദിവസം? 8-ാം ദിവസം ആയാ? പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ 7 നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. വിശുദ്ധൻ്റെ അടുത്ത ഗുണം നീ ശബത്തിനകത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ എബ്രായർ 4:1-2-3 വാക്യം വായിച്ചേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ. എന്താണ് സ്വസ്ഥത?
നേരത്തെ കർത്താവായ യേശുക്രിസ്തു എല്ലാം ഉണ്ടാക്കിയിട്ട് എന്തോന്നാ പറഞ്ഞേ? അവൻ സ്വസ്ഥനായി. വായിച്ചത് കേട്ടോ ഇല്ലയോ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് 1-ാം വാക്യം. ദൈവം താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. മതി. അപ്പോൾ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് അപ്പച്ചൻ്റെ വേല അവിടെ അതുവരെയുള്ള കാര്യങ്ങൾ നിവർത്തിച്ചു. പക്ഷേ അടുത്ത 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചിട്ട് അടുത്ത ഒരു സന്ധ്യയും ഉഷസ്സും ആയിട്ടില്ല. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും ഈ 7-ാം ദിവസം ഏത് ദിവസമാണ്? ശബത്ത് ദിവസം. ശബത്ത് ദിവസം. എബ്രായർ 4:1-2-3 വാക്യം വായിച്ചേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സ്വതർത്ഥമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും. കണ്ടോ, ഇത് ഉൽപ്പത്തിയിലെ കാര്യം പറയുന്നത്. പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തുവെന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന്. എന്താണ് 7-ാം ദിവസം ദൈവം അർത്ഥമാക്കുന്നത്? ഈ ശബത്തിൽ വിശുദ്ധന്റെ അടുത്ത ഗുണം അയാൾ എങ്ങനെ ആയിരിക്കണം? സ്വസ്ഥനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ പുറത്തെത്ര തീച്ചൂളായിരുന്നാലും കാറ്റായിരുന്നാലും തിരമാലയായിരുന്നാലും തന്നെ വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ച് ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു സ്വസ്ഥത, ഒരു വിശ്വാസവും ഒരു ഉറപ്പും ആ സാന്നിധ്യത്തിനകത്ത് നിന്ന് മാറാതെ രാവും പകലും ജീവിക്കുന്നതിനാണ് സ്വസ്ഥത. വിശുദ്ധന്റെ അടുത്ത ഗുണമാണിത്. എങ്ങനെ ആ സാന്നിധ്യത്തിൽ നിന്ന്, ആ കൃപയ്ക്കകത്ത് നിന്ന്, ആ ശക്തിക്കകത്ത് നിന്ന്, ആ സ്വസ്ഥതയ്ക്കകത്ത്. അത് യേശുവിലുണ്ട്. നിങ്ങൾക്ക് യേശുവിൻ്റെ സ്വസ്ഥത സമയമില്ലെങ്കിൽ ഞാൻ ടക്കനെ പറഞ്ഞു നിർത്താം. യേശുവിൻ്റെ സ്വസ്ഥത നോക്കിയേ. പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗോൾഗൊത്ത മല വരെയും യേശു വീണ് എഴുന്നേറ്റും പോകുമ്പോഴും താടി രോമം പറിച്ച് തകർത്ത് തരിപ്പണമാക്കുമ്പോഴും അടി കൊടുക്കുമ്പോഴും എല്ലാവരും കരഞ്ഞു. പക്ഷെ യേശു കരഞ്ഞില്ല. എബ്രായർ 1 പറയുന്നു, മരണം ആസ്വദിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ അങ്ങറ്റം വരെ യേശുവിന് അടി ഉപദ്രവമാണ് കിട്ടിയത്. പക്ഷേ ആരോടും വിരോധം വന്നില്ല, ആരോടും പക വന്നില്ല, ആരോടും പിണക്കം വന്നില്ല. യേശു കരഞ്ഞുമില്ല. യേശു സ്വസ്ഥതയ്ക്കകത്ത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി വിശുദ്ധൻ്റെ അടുത്ത പടി? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബിനിജ സിസ്റ്ററിന് ഞാൻ പറഞ്ഞ എത്രയും മനസ്സിലായി കാണോ? നിങ്ങൾ ഉണ്ടെന്ന് കേട്ട് കാണൂല ഈ വചനം. അതുകൊണ്ട് സ്തോത്രം. ഈ സ്വസ്ഥത എന്ന് പറഞ്ഞ ആര് തരണം? തീച്ചുളക്കകത്തൂടെ പോകുമ്പം തീയല്ല പിന്നെ ഇത് വിശുദ്ധൻ്റെ അടുത്ത ഗുണമാണ്. അതിനകത്തൂടെ പോകുമ്പോഴും കോടികൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഒരു വിശുദ്ധന്റെ ഗുണമാണ്. അടുത്തൊരു സന്ധ്യയില്ല, ഉഷസ്സുമായില്ല. ശബത്ത് തീർന്നില്ല. ഇപ്പൊ ശബത്തിനകത്താണ്, സ്വസ്ഥതയ്ക്കകത്താണ്, യേശുവിലാണ്, ആ സാന്നിധ്യത്തിനകത്താണ്, ആ താഴ്മയ്ക്കകത്താണ്. താഴ്മയുള്ളവർക്കോ ദൈവം എപ്പോഴും കൃപയുള്ളവരോ പ്രതികൂലത്തിലൂടെയാണ് പോകുന്നത്, പക്ഷെ പ്രതികൂലം അറിയുന്നില്ല. ആ സമാധാനം, ആ സന്തോഷം അവരെ തണുപ്പിച്ച് നടത്തുന്നു. ഇത്രയും മനസ്സിലായ എത്ര പേരുണ്ട് സഹോദരങ്ങളെ? എത്ര പേരുണ്ട്? ഹല്ലേലൂയ.
മനസ്സിലായി? 4 കാര്യം. ഹല്ലേലൂയ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പടി അശുദ്ധിയുള്ള ശാലിനി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് എൻ്റെ അകത്ത് ഒഴിഞ്ഞ പാത്രത്തിനകത്ത് യേശു വരുന്നതാണ്. അപ്പനെ സ്വീകരിക്കുന്നു. അപ്പൻ്റെ ആത്മാവിൻ്റെ ഒരു തിരി അവിടെ കൊളുത്തുന്നു. ഒരു മെഴുകുതിരി കൊണ്ട് കത്തിക്കുന്നു. അണഞ്ഞു കിടന്നിടത്ത് ഒരു മെഴുകുതിരി കത്തിക്കുന്നു. ആ വെളിച്ചം അകത്ത് വന്നു. യേശു വന്നു. അതൊരു ചെറിയ സ്റ്റാർട്ടിങ് മാത്രം. 2 ഇതറിഞ്ഞ ഞാൻ സ്നാനപ്പെട്ട് യേശുവിനോട് കൂടെ ചേരാൻ അങ്ങോട്ട് അടുക്കുന്നു. ആ കർത്താവിനോട് സ്നാനപ്പെടാൻ വേണ്ടി ഞാൻ പോയി. സ്നാനപ്പെട്ടപ്പോൾ ഞാൻ യേശുവിനോട് ചേർന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം ശാലിനി സിസ്റ്ററിന്റെ മേൽ വരാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. മരണം വന്നോന്നറിഞ്ഞ അറിയണമെങ്കിൽ കുത്തി നോക്കണം. കുത്തുമ്പോഴറിയാം ഈ മരണത്തിന്റെ പങ്കാളിത്തം എൻ്റെ മേലുണ്ടോ. ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്തും കാണിക്കും. ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, പങ്കാളിത്തം ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കുഴപ്പവും ഉണ്ടാക്കും. പങ്കാളിത്തം ഉണ്ടെങ്കിൽ മനസ്സിനെ അല്ല, ജഡത്തെ അല്ല, ദൈവാത്മാവിന് കീഴ്പ്പെടും. കണ്ടോ, മരിക്കും. മരണത്തിന് വിട്ടുകൊടുത്തു. മരിച്ചവന് പ്രശ്നം. മരിച്ചവനിനി സിസ്റ്റർ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്ത്? മരിച്ചവനിനി പാസ്റ്റർ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്ത്? മരിച്ചവനെ നീ പ്രസംഗിച്ച ശരിയായില്ലെന്ന് പറഞ്ഞ എന്ത്? മരിച്ചവന് നീ ദൂത് കൊടുത്തില്ലെന്ന് പറഞ്ഞ എന്ത്? മരിച്ചവന് നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്ത്? മരിച്ചു കിടക്കുന്ന ആളിന് എന്തറിയാം? മരണത്തിന്റെ പങ്കാളിന്ന് കിട്ടി ഇതുപോലെയാണ്. മരിച്ചവൻ അറിഞ്ഞുകൂടാ. അവനെ പൊക്കി പറഞ്ഞാൽ അവൻ അറിഞ്ഞുകൂടാ, താഴെ ഇട്ടാലും അറിഞ്ഞുകൂടാ. മരിച്ചവനെ നിന്റെ പ്രസംഗം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, നിന്റെ പ്രസംഗം മോശം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. നിന്നെ ഏത് പേരിട്ട് വിളിച്ചാലും മരിച്ചവനെ ഒന്നും കേൾക്കാൻ പറ്റൂല. അവനതൊന്നും അറിഞ്ഞുകൂടാ. അതാണ് മരണത്തിന്റെ പങ്കാളിത്തം. അവനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും, ആർക്കിഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ മരിച്ചു. അവൻ അറിഞ്ഞൂടാ. ആരോ അംഗീകരിക്കട്ടെ, ആരും ഇഷ്ടപ്പെടട്ടെ, ഞാൻ മരിച്ചാളാ, ഞാൻ മരിച്ചാളാ. എനിക്ക് ഒറ്റ ശബ്ദം കേൾക്കാവൂ, യേശുവിൻ്റേത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട് സ്നേഹിതരെ? നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇത്? ഇല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, കൃപ പ്രാപിക്കുന്നത് എന്തിനു വേണ്ടി? ഈ 2ാമത് കഴിഞ്ഞാൽ 3ാമത്തെ കാര്യമാണ്. ഇനി അത് മരിക്കുക മാത്രമല്ല, ഞാൻ മരിക്കുമ്പോൾ ആരുടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കും? യേശപ്പൻ്റെ ജീവന്റെ. ഷൈജു ബദൽ ഞാൻ പറയുന്നില്ല, പിടികിട്ടി കാണുമല്ലോ. വിഷമിക്കരുത്. ഞാൻ ഇങ്ങനെ പേര് വിളിച്ചൊന്നും വിഷമിക്കല്ലേ. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കിടന്ന് വിളിച്ചിട്ടൊന്നും ഒരർത്ഥവും ഇല്ല. മരണം സംഭവിച്ചെങ്കിൽ എന്നിൽ പിന്നെ ജീവന്റെ പുതുക്കമേ വരൂ. മരിച്ചില്ലെങ്കിൽ അടുത്ത വരി ഇല്ല. ജീവന്റെ പുതുക്കം എവിടെ നിന്ന് വരൂ? യേശുവിനെ എങ്ങനെ കാണും? എൻ്റെ സ്വഭാവമേ കാണൂ, എൻ്റെ ബഹളെ കാണൂ, എൻ്റെ സംസാരം കേൾക്കൂ. ഞാൻ ആൾക്കാർ എന്ത് പറയാതെ വരൂ, പണ്ടുള്ള ആൾ തന്നെ വരൂ. പക്ഷെ മരിച്ചെങ്കിൽ ഞാനല്ല, ജീവന്റെ പുതുക്കം. ഒരു വിശുദ്ധന്റെ ഇത്രയും കഴിഞ്ഞാൽ 3ാമത് സ്വസ്ഥത. ആ ഇത് വന്നു കഴിഞ്ഞ അന്ന് തൊട്ട് അപ്പൻ്റെ അടുത്ത് കയറിപ്പോകും വരെ ഒരുപാട് മുള്ളു കാണും, ഒരുപാട് പറക്കാര കാണും, ഒരുപാട് നിന്ന കാണും, ഒരുപാട് ഒറ്റപ്പെടൽ കാണും. ആൾക്കാർ ചോദിക്കും, നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നിൻ്റെ വീട്ടിൽ സമ്പത്ത് കിട്ടിയോ? നീ കൊട്ടാരത്തിന് പ്രാർത്ഥിച്ച് കിട്ടിയോ? നിനക്ക് അത് കിട്ടിയോ, ഇത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അകത്തൊരു കുലുക്കമില്ല, സ്വസ്ഥനാണ്. ഒരുപാട് പ്രശ്നം വന്നു, ഒരുപാട് തിരമാല വന്നു, ഒരുപാട് നിന്നയും ദൂഷ്യയും വന്നു, കളിയാക്കൽ വന്നു, തള്ളിപ്പറഞ്ഞു. പക്ഷേ അപ്പോഴും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി,
ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. നിങ്ങൾക്ക് എത്രയ്ക്ക് 3 കാര്യം മനസ്സിലായി സഹോദരങ്ങളെ? 3 കാര്യം വിശുദ്ധിയുടെ ഒരു വിശുദ്ധൻ്റെ ആദ്യത്തെ ചെറിയ തരികളാണ്. ഇനി അങ്ങോട്ടുള്ള ദൈവം അവസരം തരുമ്പോൾ ഇവിടെ പറയും, സത്യച്ചേ ഞാൻ വിശുദ്ധനാണോ? നിങ്ങൾ വിശുദ്ധരാണോ? ആ പാത്രം ഒഴിഞ്ഞിരിക്കുകയാണോ? എബ്രായർ പറയുന്നു 6 പറയുന്നു, നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ഇതിനകത്തുനിന്ന് വരുന്നതല്ലെങ്കിൽ ബാക്കിയെല്ലാം ഏത് വന്നാലും ജീവൻ ഇല്ല. അകത്ത് കർത്താവ് നിറച്ചില്ലേ, അതിലൂടെയാണ് പ്രസംഗവും. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നുണ്ട്? ബോർഡില്ല, അല്ലെങ്കിൽ വരയ്ക്കുമായിരുന്നേ. അകത്ത് നിറച്ചതിലൂടെ പ്രസംഗം വരണം. അകത്ത് നിറച്ച അത് കർത്താവിൻ്റെതാ. അത് ഈ ലോകത്തിലുള്ള ആര് നിറച്ചാലും നിറയില്ല. ആരുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിച്ചാലും നിറയില്ല. എന്തൊക്കെ ചെയ്താലും അവിടെ നിറയില്ല. നിറയണമെങ്കിൽ ആര് നിറയ്ക്കണം? അത് ആരിലുള്ളത്? സ്വർഗത്തിൽ ദൈവത്തിൽ മാത്രമുള്ളത്. ആ നിറഞ്ഞതിൽ നിന്ന് പുറത്തൊഴുകുന്നതിന് മാത്രമേ ജീവൻ ഉള്ളൂ. അതാണ് ജീവൻ. എനിക്ക് എത്രക്കും മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലൂടെ വരുന്ന ശുശ്രൂഷയാണ് ആർക്ക് പ്രസാദം. വേറെ ഒന്നും വന്നില്ലെങ്കിൽ അതിലൂടെ ഒരു വരിയെങ്കിലും വന്നാൽ അത് ടച്ച് ചെയ്യും. അത് ദൈവം 100 മാർക്കും ഇടും. ആ പ്രസംഗവും ദൈവത്തിനറിയാം. ആ പ്രസംഗിച്ചവനെ ആർക്കറിയാം? മറ്റാരെ ആർക്കറിഞ്ഞൂടാ? കണ്ടോ, അവിടെ നിന്നെ എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞതിൻ്റെ കാരണം കണ്ടോ? അവൻ ചെയ്തതൊന്നും ജീവനിലല്ല. നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്ത് ദൈവത്തെ സ്വന്തമായിട്ട് പ്രസാദിപ്പിക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഇന്നതാണെന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഉരുട്ടി ദൈവത്തിന് കൊണ്ടുകൊടുത്ത് ഒന്നും പ്രസാദിക്കില്ല. കർത്താവിൻ്റെ ആത്മാവിലൂടെ ഉള്ളതിന് മാത്രമേ ദൈവം പ്രസാദിക്കൂ. അതിന് നമ്മൾ ഒരുക്കപ്പെടണം. നമുക്കതിന് ദാഹം വേണം. അല്ല നമുക്ക് അത് പറ്റുള്ളൂ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. ഞാൻ വിശ്വസിച്ചാൽ ഈ കൃപ എനിക്ക് തരും. ഞാൻ വിശ്വസിക്കണം. അപ്പച്ചൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കുന്നു ഒരിടത്തെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. എങ്ങനെ ജീവിക്കാൻ? ഇതുപോലെ ഈ ജീവിതം ജീവിച്ച ഞാൻ പറയാം. ബൈബിളിൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഭാര്യ ഫലപ്രദമായ മുന്തിരി. എന്താ അതിൻ്റെ അർത്ഥം? അതിൽ കളയൊന്നും, മക്കൾ മേശയ്ക്ക് ചുറ്റും. അർത്ഥം ആ ഒലിവിലും കളയാനൊന്നും, ആത്മാവിൽ ജീവിക്കുന്നവന് കളയാനൊന്നും. അവൻ ചത്തു, പിന്നെ ഇനി എന്തോ? നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ. അപ്പം നമ്മൾ ഇനി എത്ര മാത്രം ആരടുത്ത് വരേണ്ടിയിരിക്കുന്നു? ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് മുഴുവനുമല്ല, കുറച്ച്. കർത്താവ് നിറയുന്നു, തലയോളം വളർത്തുന്നത് നിറയ്ക്കുന്നു, സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു, മരണത്തിൻ്റെ പങ്കാളിത്തം പ്രാപിക്കുന്നു, സ്നാനപ്പെടുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടുണ്ട്. ഒരു വിശുദ്ധൻ എന്ന് ഒരാളിനെ പറയണമെങ്കിൽ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വിശുദ്ധൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധൻ ഇനി തന്നെ എന്താ? ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ അപ്പ ഇത് എഴുതിയത് തെറ്റിപ്പോയാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വിശുദ്ധൻ ഇനി തന്നെ അവൻ വിശുദ്ധനല്ല, പിന്നെ ഇനി എവിടെ വിശുദ്ധീകരിക്കാൻ? പക്ഷെ വചനം വെളിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, നിന്റെ വെളിപ്പാടല്ല. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റൂല. അങ്ങനെയെങ്കിൽ കർത്താവ്
കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കാം. കർത്താവിനോട് പറഞ്ഞ അപ്പച്ചാ, ഈ ബൈബിൾ പറയുന്ന വിശുദ്ധി, യേശു ആഗ്രഹിക്കുന്ന വിശുദ്ധി എനിക്ക് വരണം. അത് യേശുവിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിനെന്ന് വേദപുസ്തകത്തിൽ വചനമുണ്ട്. അപ്പച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മനുഷ്യന് അങ്ങനെ ആവാൻ പറ്റും. അത് കർത്താവിൻ്റെ കൃപയാൽ അയാൾ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിറയുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലിതാ ഇരുകരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. അപ്പനോട് പറഞ്ഞ അപ്പച്ചാ, അർപ്പിക്കുന്നു ഞാൻ എന്നെ സമ്പൂർണമായി അർപ്പിക്കുന്നു, അർപ്പിക്കുന്നു ഞാൻ എന്നെ സമ്പൂർണമായി അർപ്പിക്കുന്നു. ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുന്നു. ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുന്നു, അർപ്പിക്കുന്നു ഞാൻ എന്നെ സമ്പൂർണമായി അർപ്പിക്കുന്നു. അപ്പനോട് പറഞ്ഞപ്പാ, എനിക്കൊരു വിശുദ്ധ പൈതലായി ജീവിക്കണം. കർത്താവ് വിശുദ്ധനാണെന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷേ അപ്പാ, നമ്മൾ അവരവർക്ക് തന്നെ ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം ചിന്തിക്കാം, രണ്ടാമത്തെ കാര്യം ചിന്തിക്കാം, മരണത്തിൻ്റെ പങ്കാളിത്തം ചിന്തിക്കാം, മൂന്നാമത്തെ ശവത്തനുഭവം ചിന്തിക്കാം. ആ സ്വസ്ഥത, ആ സാന്നിധ്യം, ആ കൃപ ഉണ്ടോ നമുക്ക്?